ഏറ്റവും വലിയ ആൾക്കൂട്ടത്തിനിടയിലൂടെയാണ് ലെനയെ കോഴിക്കോട് സ്വാഗതം ചെയ്തത്. ഒരുപക്ഷെ ഒരു പുസ്തകം ഉയർത്തിയ വിവാദങ്ങൾ, ആ പുസ്തകം ഉണ്ടാക്കിയ കുഴപ്പങ്ങളെല്ലാം ലെനയ്ക്ക് തീർച്ചയായും ഞാൻ ഇനിയും തുടർന്നെഴുതേണ്ടതുണ്ട് എന്ന തോന്നലാണ് ഉണ്ടാക്കിയതെങ്കിലും ഇവരെ കൊണ്ട് ഇനിയും എന്തെങ്കിലും എഴുതാതിരിപ്പിക്കാനാണോ ഒരു സമൂഹം ശ്രമിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇത്ര വലിയ ആൾക്കൂട്ടം ഹർഷാരവങ്ങളോടെ അവരെ സ്വാഗതം ചെയ്യുന്നത് എന്ന സന്തോഷം ഈ സെഷനിരിക്കുമ്പോൾ വ്യക്തിപരമായി എനിക്കുണ്ട്. കാരണം നമുക്കെപ്പോഴും നമ്മുടെ ശീലങ്ങളിലുള്ള മനുഷ്യരെയാണ് ഇഷ്ടം എന്ന കുഴപ്പം നമുക്കുണ്ട്. നാം ചിന്തിക്കുന്നത് തന്നെ അവർ ചിന്തിക്കണമെന്നും നാം ആഗ്രഹിക്കുന്നത് തന്നെ അവർ പ്രവർത്തിക്കണമെന്നും ശഠിക്കുന്ന മനുഷ്യരാണ് നാം എപ്പോഴും. അതുകൊണ്ട് തന്നെ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് നമ്മുടെ ശീലമുണ്ടാക്കി വെച്ച ഒരു ചിത്രമുണ്ട്. ഒരു സിനിമാക്കാരി ഇതായിരിക്കണം, അവരങ്ങേയറ്റം നോർമലായ ഒരാളായിരിക്കണമെന്ന തോന്നൽ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അബ്നോർമലാണ് ലെന എന്ന പ്രശ്നം തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അബ്നോർമലായി ഇരിക്കുന്നതിൻ്റെ സുരക്ഷിതത്വത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ട് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. വട്ടാണ് ലെനയ്ക്ക് എന്ന് പറയുന്നവർക്കിടയിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എന്ത് തോന്നുന്നു എന്ന് ചോദിച്ച് നമുക്ക് ആരംഭിക്കാം. നമസ്കാരം കോഴിക്കോട്. താങ്ക് യു ഗൈസ്. എന്നും സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കിട്ടുന്നത് കോഴിക്കോട് നിന്നാണ്. ഇതാദ്യമായിട്ടാണ് ഞാൻ KLFൽ പങ്കെടുക്കുന്നത്. താങ്ക് യു, ദിസ് ഇസ് ബ്രില്യൻറ്റ്. താങ്ക് യു ഗൈസ്. ആൻഡ് താങ്ക് യു ലിജീഷ്, സച്ച് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. അപ്പോൾ 2 വാക്കാണ് ഇതിൽ ക്ലാരിഫൈ ചെയ്യാനുള്ളത്. ഒന്ന് നോർമൽ എന്താണ്, വട്ട് എന്താണ്. അപ്പോൾ ഒന്ന്, നമ്മളിപ്പോൾ ഏതൊരു കാര്യത്തിനും ഇവിടെ ഇപ്പോൾ എത്ര വ്യക്തികളുണ്ട് എന്ന ആവറേജ് എടുത്താൽ, ആവറേജിനൊരു ഗ്രാഫ് വരച്ചാൽ ഒരു ബെൽ കർവ് കിട്ടും. ഇറ്റ്സ് കോൾഡ് ദി ആവറേജ്, ദ കർവ് ഓഫ് ദി ആവറേജസ്, ഓർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ ദ നോർമൽസി കർവ്. ആവറേജിന് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് വിളിക്കുന്ന ഓമനപ്പേരാണ് നോർമൽ. ആവറേജ് മീൻസ് നോർമൽ. നിങ്ങൾക്ക് നോർമലായിരിക്കണമെങ്കിൽ നിങ്ങൾ ആവറേജ് മാൻ ആയി ഇരിക്കുക. ഞാൻ കുട്ടിക്കാലം മുതൽ ഇത്തിരി അബ്നോർമലാണ്. ഞാൻ സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിരുന്നു. സൈക്കോളജി പഠിച്ചപ്പോൾ കേരള സ്റ്റേറ്റ് റാങ്ക് ഹോൾഡറാണ് ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജൂഡോ സിൽവർ മെഡലിസ്റ്റാണ്. 16-ാമത്തെ വയസ്സിൽ സിനിമയിലേക്ക് വന്നു. 25 വർഷമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും നോർമലല്ല. പിന്നെ 20 വർഷമായിട്ട് ഞാൻ കുറച്ച് അഭിനയിച്ചു നോർമലായിട്ട്. ഇൻ്റർവ്യൂവിലൊക്കെ വരുമ്പോൾ വളരെ നോർമലായിട്ടുള്ള ആൻസർ പറയുക. ആരെന്ത് ചോദിച്ചാലും ഓ അത്രയേ ഉള്ളൂ. 20 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ബോറടിച്ചു. ഈ പുസ്തകം എഴുതിയതിൻ്റെ പിന്നാലെ ഞാൻ പറഞ്ഞു എന്തായാലും പുസ്തകത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇൻ്റർവ്യൂവിലും പറഞ്ഞേക്കാം. ഞാൻ നോർമലല്ല. ഐ ഹാവ് ഓൾവേസ് ബീൻ എ ലിറ്റിൽ അബവ് ആവറേജ്. ഇഫ് യു ആർ ഓൾ നോട്ട് ഹാപ്പി വിത്ത് ബീയിങ് നോർമൽ, ആവറേജ്, ദെൻ ബി ഫ്രീ. ആൾക്കാർ നമ്മളെ വട്ടെന്ന് വിളിക്കും. വട്ടിൻ്റെ അർത്ഥം എന്താണ്? ഒരാൾ വന്ന് നമ്മളോട് എന്തോ പറഞ്ഞു, നമുക്ക് മനസ്സിലായില്ല, നമ്മളെന്താ പറയുക? അവനിപ്പോൾ എന്താ പറഞ്ഞേ? അവൻ എന്തോ പറഞ്ഞിട്ട് പോയി, അവന് വട്ടാ. എന്താ? എനിക്ക് മനസ്സിലായില്ല, അത് കാരണം അവന് വട്ടാ. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അടിപൊളിയാ, അല്ലേ? പറയുന്ന ആൾക്കാരെപ്പോഴും അടിപൊളിയാ. ആകെ അവർക്ക് മനസ്സിലാവാത്ത കാര്യം പറഞ്ഞവനാണ് വട്ട്. മനസ്സിലാവാത്ത ആളെന്നും നോർമലാണ്. കറക്റ്റ്. ഹി ഈസ് ആവറേജ്. ആവറേജ് മനുഷ്യന്മാരെ ചൊറിയാൻ നിൽക്കരുത്. പറയാനുള്ളത് പറയുക, അവർക്ക് പറയാനുള്ളത് അവർ തിരിച്ചു പറയും. തിരിച്ച് വീണ്ടും മറുപടി കൊടുക്കാതിരിക്കുക. മറുപടി കൊടുക്കുന്നവൻ നോർമലായി. സോ ഐ ഹോപ്പ് ദാറ്റ് ആൻസേഴ്സ് യുവർ ക്വസ്റ്റ്യൻ. പക്ഷേ നമ്മളുടെ ഈ ആവറേജായ ആളുകളെ ചൊറിയാൻ നിൽക്കരുത് എന്ന് പറയുമ്പോഴും നാം അല്പം വഴിമാറി നടക്കുന്ന സമയത്ത് അവർക്ക് ചൊറിച്ചിലുണ്ടാവും എന്നുള്ളതൊരു പ്രശ്നമാണ്. നാം ചൊറിഞ്ഞിട്ടല്ല അതുണ്ടാകുന്നത് എന്നൊരു കുഴപ്പമുണ്ട്. ഈ
പുതിയ വഴികൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരെ, വഴിമാറി നടക്കുന്ന ആളുകളെയൊക്കെ നാം കാലങ്ങളായി വിളിച്ചു പോരുന്ന ഒരു പേര് വഴിതെറ്റിപ്പോയവർ എന്നാണ്. വഴിതെറ്റിപ്പോവുന്ന ഒരു സമൂഹത്തെ, വഴിതെറ്റിപ്പോവുന്ന ഒരാളെ ലെന അല്പം മുമ്പേ പറഞ്ഞ നോർമൽ ജീവിതത്തിലേക്ക് വലിച്ചിങ്ങിടാനുള്ള സിദ്ധാന്തങ്ങളും മെഡിക്കൽ സംവിധാനങ്ങളും ഒക്കെ നാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ സൈക്കോളജി, നമ്മുടെ സൈക്യാട്രി എല്ലാം പ്രവർത്തിക്കുന്നത്, നേരത്തെ പറഞ്ഞ വട്ടിനെ ചികിത്സിക്കുന്ന സകലമാന സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ ആരും വഴിതെറ്റാത്ത ഒരു ലോകം നിർമ്മിക്കാനാണെന്ന് തോന്നുന്നു. സത്യം. വഴി തെറ്റിപ്പോകുന്നവരുണ്ട്. അതിനൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഗൂഗിൾ മാപ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് സമനില തെറ്റുമ്പോഴൊക്കെ നമുക്ക് നോർമലായിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ലോകത്ത്. അവരെ സഹായിക്കുന്നവരാണ് സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും. നമുക്ക് ഈവൻ നമ്മുടെ ലീഗൽ സിസ്റ്റം, നമ്മുടെ റിലിജ്യൻ, ഇതൊക്കെ വഴി തെറ്റാതെ പോകണം എന്ന ആഗ്രഹം ഉള്ളവർ പക്ഷെ വഴി തെറ്റിപ്പോയി, അവരെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരുപാട് ഉപാധികളാണിതെല്ലാം. പക്ഷേ വഴി തെറ്റിക്കുന്നവരുണ്ട്. എനിക്ക് വഴി തെറ്റിച്ചു പോയാൽ മതി, എനിക്ക് ഹൈവേ വഴി പോകണ്ട, എനിക്ക് ഓഫ് റോഡിങ് ചെയ്യണം എന്ന് പറയുന്നവന് അത് പറ്റില്ല, നീ ഇതിലെ പോയാൽ മതി എന്ന് പറയുമ്പോഴാണ് എൻ്റെ കുഴപ്പം. പലവർക്കും, എല്ലാവർക്കും അവരുടേതായ ഫ്രീഡം ഉണ്ട്. വി ഹാവ് വൺ ബോഡി ആൻഡ് വി ഹാവ് വൺ ലൈഫ് ടൈം ഇൻ ദിസ് ബോഡി. ഈ ബോഡിയിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത വിധത്തിൽ ജീവിച്ചു പോകാനുള്ള അധികാരം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അത് മറ്റുള്ളവർക്ക്, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ നോർമൽ ആവറേജ് മനുഷ്യന് അത് തെറ്റാണെന്ന് തോന്നിയാൽ ദാറ്റ്സ് ഹിസ് പ്രോബ്ലം. If you want to live your way, nobody should have the right to stop you, as long as you are not disturbing others. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് വീണ്ടും ഒന്നുകൂടെ പറയാം, എനിക്കത് പറയാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. വിത്ത് ഗ്രേറ്റ് താൻ തോന്നിത്തരം കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. താൻ തോന്നിത്തരമൊക്കെ കാണിക്കാം, പക്ഷെ റെസ്പോൺസിബിളായിട്ട് കാണിക്കണം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ. ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ തീർച്ചയായും സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് ആൾക്കാർ കൊണ്ടുപോകും. അതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും ഫോളോ ചെയ്യേണ്ടി വരും. ഞാനത് ഫോളോ ചെയ്ത ആളാണ്. പക്ഷേ ഞാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയതുകൊണ്ടല്ല, എൻ്റെ വീട്ടുകാർക്ക് ഞാൻ പറയുന്നത് മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു ഇവളെ രക്ഷിക്കണം. എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ്, അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ പറഞ്ഞ മെയിൻ വാക്ക് വട്ട്, ഇത് വട്ടാണ്. ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് സത്യത്തിൽ എൻ്റെ വീട്ടുകാർക്ക് പോലും തോന്നി തുടങ്ങിയത്, ഇതിങ്ങനെയൊക്കെയാണോ? സോ ഇറ്റ്സ് ഫൈൻ. നമുക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല, ദേഷ്യമോ വൈരാഗ്യമൊന്നുമില്ല. ആവറേജ് ആയിട്ടുള്ളവരുടെ ചിന്താഗതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ ബുദ്ധിമുട്ടിക്കാതെ, ഞാൻ 20 കൊല്ലം സുഖമായിട്ട് ജീവിച്ചു, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ ഇവിടെ, ഇല്ലല്ലോ. എന്നെ 10-25 വർഷമായിട്ട് കാണുകയല്ലേ എല്ലാവരും. ഇപ്പോൾ ഈ ബുക്ക് എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ദേ ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ പോലും നോർമൽ അല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കില്ല, നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും, ബീച്ചിൽ കപ്പലണ്ടി കുറിച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. ഇവിടെ വന്ന് ഇങ്ങനെ തിങ്ങിക്കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും നോർമൽ അല്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ആൻഡ് പ്ലീസ് ഫോളോ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തീവ്രമായിട്ടുള്ള എന്തൊക്കെ ആഗ്രഹമുണ്ടോ അത് മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത വിധത്തിൽ ജീവിക്കുക. പ്ലീസ് ഡോണ്ട് കോംപ്രമൈസ്. ലിജീഷിന് ചോദ്യങ്ങളില്ലാന്ന് തോന്നുന്നു ഇനി. അതിനിടയിൽ ഒരു റിക്വസ്റ്റ് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ട്. ഒന്ന്, സ്പീക്കറിനടുത്ത് നിന്ന് അല്പം മാറി നിന്നില്ല എങ്കിൽ എല്ലാവർക്കും കേൾക്കാൻ കഴിയാത്ത സാഹചര്യം മുഴക്കമായിരിക്കും എന്ന് പറയുന്നുണ്ട്. സ്പീക്കറിനടുത്ത് നിന്ന്, എല്ലാ സ്പീക്കറുകളുടെയും അടുത്ത് നിന്ന് അല്പം അകലം പാലിക്കണമെന്ന ഈ സ്പീക്കർ അല്ല ആ സ്പീക്കർ അഭ്യർത്ഥനയുണ്ട്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഓട്ടോബയോഗ്രാഫി ഓഫ് ഗോഡ് എന്നാണ് ലെന പുസ്തകത്തിന് കൊടുക്കുന്ന തലക്കെട്ട്. ദൈവത്തിൻ്റെ ആത്മകഥ. ദൈവത്തെക്കുറിച്ച് ഓഷോ പറഞ്ഞ രസകരമായ ഒരു കഥയുണ്ട്. പണ്ട് ലണ്ടനിലെ തെരുവിൽ ദൈവം മരിച്ചു എന്ന് ലോകത്തോട് ഉച്ചത്തിൽ ആദ്യം വിളിച്ചു പറഞ്ഞത് നീറ്റ്ഷെ ആണ് എന്ന് നമുക്കറിയാം. പണ്ട് ലണ്ടനിലെ തെരുവിൽ ദൈവം മരിച്ചു, നീറ്റ്ഷെ ഒപ്പ് എന്നെഴുതിയ ഒരു ചിത്രം പറഞ്ഞുകൊണ്ടാണ് ഓഷോ കഥ ആരംഭിക്കുന്നത്. കഥ അവസാനിക്കുമ്പോൾ ഓഷോ പറയുന്നു, വർഷങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് ഞാൻ മറ്റൊരു ബോർഡ് കണ്ടു, നീറ്റ്ഷെ മരിച്ചു, ഒപ്പ്
ദൈവം എന്ന്. ദൈവം എന്ന ഭാവനയെ മനുഷ്യന് എത്ര ശ്രമിച്ചിട്ടും മറികടക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ദൈവം എന്ന് പറയുന്ന ഭാവനയെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുപോലെ തന്നെ ദൈവം എന്ന് പറയുന്ന ഭാവനയെ തന്നാൽ കഴിയും വിധം സുന്ദരമായി നിർമ്മിക്കാനും ഒരു മനുഷ്യ ജീവിതത്തിന് സാധിച്ചതായി നമുക്ക് തോന്നുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന നോർമൽ ജീവിതത്തിലേക്ക് നാം തിരിച്ച് തള്ളിവിടുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ അല്പം വഴിതെറ്റിയൊക്കെ സ്പിരിച്വാലിറ്റിയിലേക്ക് നടന്നു കളയാം എന്ന് വിചാരിക്കുന്ന മനുഷ്യരെ അത് അന്വേഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് പിൻവലിക്കുന്നത് കൊണ്ടാണോ സത്യത്തിൽ ദൈവം എന്ന് പറയുന്ന ഭാവനയെ കുറെ കൂടെ സുന്ദരമായി നിർമ്മിക്കാൻ നമുക്ക് കഴിയാത്തത്? ഒരുപാട് കാര്യങ്ങൾ ആ ചോദ്യത്തിലുണ്ട്. ഒന്ന്, സ്പിരിച്വാലിറ്റി എന്ന പാത്തിലേക്ക് പോകുന്ന എല്ലാവരും മനസ്സ് എന്ന തലം മറികടക്കാൻ ശ്രമിക്കുന്നവരാണ്. മെൻ്റൽ റെൽം താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്പിരിച്വൽ റെൽമിലേക്ക് എത്തുള്ളൂ. സ്പിരിച്വാലിറ്റി മൈൻഡിൻ്റെ അല്ല, മൈൻഡിനെ മറികടക്കുമ്പോഴാണ് ആ ഒരു വിചിത്രമായ ലോകം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഉറപ്പല്ലേ നമ്മുടെ സമനില, മാനസിക സമനില ഇത്തിരി തെറ്റിയ പോലെ തന്നെ ഇരിക്കും. എല്ലാ സ്പിരിച്വൽ സെർച്ച് നടത്തിയിട്ടുള്ള ആരാണെങ്കിലും അവരൊക്കെ എന്തായാലും സമൂഹം ആദ്യം തിരുത്താൻ ശ്രമിക്കും. പിന്നെ ഒരു രക്ഷയില്ല, ഇതിനെ നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് കൈവിടുമ്പോഴാണ് അവർക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവർ സ്പിരിച്വൽ ഓർഗനൈസേഷൻസിൻ്റെ സഹായം എടുക്കും. പക്ഷേ ഈ ദൈവം എന്ന് പറയുന്ന വാക്ക് വളരെ വലിയൊരു അംബ്രല്ലയാണ്. ദൈവം എന്ന് പറയുന്ന വാക്ക് ഒരു റിലിജ്യൻ്റെ അല്ല, അല്ലേ? ദൈവങ്ങൾക്ക് പേര് കൊടുക്കുമ്പോഴൊക്കെയാണ് പിന്നെ ആ പ്രശ്നം വരുന്നത്. അതിലോട്ട് നമുക്ക് പോകണ്ട. ബിക്കോസ് റിലിജ്യൻ ഈ പറഞ്ഞ മെൻ്റൽ റെൽമിൻ്റെ ഉള്ളിലുള്ളൊരു കാര്യം തന്നെയാണ്. അതിനെയൊക്കെ മറികടക്കാൻ ശ്രമിക്കുന്നവരാണ് പിന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുന്നത്. അപ്പം ഈ പറഞ്ഞ ഗോഡ് എന്ന വേർഡ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പകരം നമുക്ക് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. അപ്പം നിങ്ങൾ അത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഉള്ളിലുള്ള അതിനെപ്പറ്റിയുള്ള ചിന്ത എന്താണെന്നുള്ളത്. അപ്പം ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, എൻ്റെ ടെഡെക്സ് ടോക്സിലും ബുക്കിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. എൻ്റെ ശരീരം എന്ന് പറയാറുണ്ടോ? ലിജീഷ് പറയാറുണ്ടോ എൻ്റെ ശരീരം എന്ന്? ഈ ശരീരത്തിന്, ആ ശരീരത്തിൻ്റെ പേരാണോ ലിജീഷ് എന്ന്? അല്ല. ശരി, അപ്പം അത് എന്തിൻ്റെ പേരാണ് ലിജീഷ്? അതിനും ലെന പറഞ്ഞ പോലെ ഒരുപക്ഷെ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയില്ല. നാം ഇന്നോളം ഉണ്ടാക്കിയെടുത്ത ഒരു ബോധമണ്ഡലത്തിൻ്റെയോ ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന മറ്റൊരു സ്വത്വത്തിൻ്റെയോ. നമുക്ക് ഇനിയും പോവാം, ചോദ്യം തീർന്നിട്ടില്ല. ജസ്റ്റ് അതായത് എൻ്റെ ശരീരം എന്ന് പറയാറുണ്ട് ഈ ശരീരത്തിന്. എൻ്റെ മനസ്സ് എന്ന് പറയാറുണ്ടോ? എല്ലാവരോടും കേട്ടോ, ലിജീഷ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നുള്ളൂ. എല്ലാവരും ഇത് ചിന്തിക്കുക. നിങ്ങളൊക്കെ പറയാറുണ്ടോ എൻ്റെ ശരീരം എന്ന്? ഇപ്പോൾ അവിടെ ഏത് ശരീരത്തിലാണോ ഇരിക്കുന്നത് അതിനെ, അപ്പുറത്തിരിക്കുന്ന ആൾ അത് പറയരുത് കേട്ടോ, ബുദ്ധിമുട്ടാവും. അപ്പോൾ എൻ്റെ ശരീരം എന്ന് പറയുന്നു, എൻ്റെ മനസ്സ് എന്നും പറയുന്നു. ഇതാരാണ് ഈ ശരീരവും മനസ്സൊക്കെ എൻ്റെ ആണെന്ന് അധികാരപ്പെടുന്നത്? ആരാണ് പറയുന്നത് എൻ്റെ ശരീരം എൻ്റെ മനസ്സ്? നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞത്, നിങ്ങൾ തന്നെ ഉത്തരം തരണം. എൻ്റെ ശരീരം എൻ്റെ മനസ്സ് എന്ന് അവകാശപ്പെടുന്നത് ആര്? നമ്മൾ തന്നെയാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഏത് നമ്മൾ? ഞാനില്ല ആ നമ്മൾ, തന്നെ പറഞ്ഞാൽ മതി. ഞാനിത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് നേരത്തെ ആവറേജ് എന്ന് പറഞ്ഞ് ലെന വരച്ചു വെച്ചിരിക്കുന്ന ഒരു ചിത്രത്തിൽ വരുന്ന ഒരു മഹാഭൂരിപക്ഷം മനുഷ്യരുണ്ട്. നാം എപ്പോഴും ഇതിനെ നമ്മുടെ എന്ന് പ്രയോഗിക്കുന്നില്ല. ഞാൻ ലെനയെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ കൂടെ കിട്ടാവുന്ന കുറച്ച് പേരെ കൂടെ കൂട്ടി അങ്ങ് പറയാം. അപ്പോൾ എൻ്റെ ശരീരം എൻ്റെ മനസ്സ് എന്നൊക്കെ പറയുമ്പോഴും നമ്മളെല്ലാവരും പറയാറുണ്ട് ഇതിനപ്പുറത്ത് അല്ലേ? ഈ എൻ്റെ ശരീരം എൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ആരാണ്? ഇതറിയില്ലെങ്കിൽ ഒരു കാരണവശാലും 100% പീസ് ഓഫ് മൈൻഡ്, ആങ്സൈറ്റി ഇല്ലായ്മ, സ്ട്രെസ് ഇല്ലായ്മ ഒരാൾക്കുണ്ടാവില്ല. ബേസിക് ചോദ്യത്തിന് ഉത്തരം അറിയില്ല. അതിൻ്റെ മുകളിലിരിക്കുകയാണ് ദൈവം, ഇതാരോടും പറയല്ലേ, എനിക്കിതറിയില്ല, ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് കോഴിക്കോട് നിന്ന് നമ്മളോട് പണ്ടൊരാൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ആരാണെന്ന് എന്നോട് ചോദിക്കേ, ഞാൻ ആരാണെന്ന്. അപ്പം ഞാൻ ആരാണെന്ന് പറയുമ്പോൾ നിനക്ക് മനസ്സിലാവും നീ ആരാണെന്നും ഞാൻ ആരാണെന്നും. അങ്ങനെയാണ് തേന്മാവിൻ കൊമ്പത്തിൽ പറഞ്ഞത്. അന്ന് ഞാൻ കുറേ നേരം ഇരുന്ന് ചിന്തിച്ചു, ഇതിലെന്തോ വലിയ കാര്യമുണ്ടല്ലോ,
എന്താണെന്നറിയോ, നമ്മളെല്ലാവരും നമ്മളെ തന്നെ ഞാൻ എന്നല്ല വിളിക്കുന്നത്. ആരാണ് എൻ്റെ ശരീരം, എൻ്റെ മനസ്സെന്ന് ആരാ പറയണമെന്ന് ചോദിച്ചാൽ ലിജീഷ് പറയും ഞാനാണ്, ഞാനും പറയും ഞാനാണ്. ആ ഓരോ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ അവകാശപ്പെടുന്ന ആരാണോ പറയും ഞാനാണ്. അപ്പം നമുക്ക് ഒരൊറ്റ ഞാനിൻ്റെ ഉത്തരം കിട്ടിയാ എല്ലാവർക്കും ഉത്തരമായി ഇല്ലേ? എല്ലാവരും ഞാനല്ലേ? അതാണ് ഈ പറഞ്ഞ ഇംഗ്ലീഷിൽ ഐ എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇനി ഈ ഞാൻ ആരാ എന്ന് ചോദിക്കാൻ ആദ്യം പഠിപ്പിച്ചത് രമണ മഹർഷിയാണ്. രമണ മഹർഷിയുടെ അടുത്ത് ആര് ചെന്നാലും എന്ത് ചോദ്യം ചോദിച്ചാലും പറയും ആരാ ഇത് ചോദിക്കുന്നത്? ആസ്ക് ഹൂ എം ഐ ആൻഡ് യു വിൽ റീച്ച് ദി ആൻസർ. കുറേ പേർക്ക് വയസ്സായി മരിച്ചുപോയി, ഉത്തരം കിട്ടിയില്ല. അപ്പം ഞാനിങ്ങനെ അതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് എൻ്റെ പുസ്തകത്തിൽ 5 Ws ആക്കിയത്. ഈ ഹൂ എം ഐ എന്ന് ചോദിക്കുമ്പോഴും വളരെ പേഴ്സണലായിട്ട് തോന്നിയില്ലേ? ഇപ്പം ഞാൻ എന്തോ ലിജീഷിനെ പേഴ്സണലി അറ്റാക്ക് ചെയ്ത പോലെ തോന്നി. അവിടെ നിന്ന് മാറ്റി നിങ്ങളുടെ അടുത്തേക്ക് ആക്കിയപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ അറ്റാക്കായിട്ട് തോന്നി. അത് നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് എല്ലാം ഒരൊറ്റ ഞാനല്ലേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും റിലാക്സായി, എല്ലാവരുടെ മുഖത്ത് ചിരി തിരിച്ചു വന്നു അല്ലേ? ആ പേഴ്സണലൈസേഷൻ നമ്മൾ മാറ്റി ഹൂ എം ഐ എന്നതിൽ നിന്ന് മാറ്റിയിട്ട് വാട്ട് ആം ഐ എന്നാക്കാം. അതിനെ കുറച്ചും കൂടെ ഡീപേഴ്സണലൈസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ചിരി തിരിച്ചു വരും. ആം മാറ്റിയിട്ട് ഇസ് ആക്കാം. അപ്പം ഞാൻ ആരാ എന്നല്ല, ഞാൻ എന്താ. അപ്പം ഈ ഞാൻ എന്താന്നല്ല ചോദിക്കണേ, ഞാൻ എന്ന വാക്ക് എന്താ. എല്ലാവർക്കും ചിരി വന്നു, കംഫർട്ടബിളായി. ഞാൻ അതിൽ ഉൾപ്പെടുന്നില്ലല്ലോ എന്ന്. പക്ഷേ ആ ഒരു അപ്രോച്ച് എടുത്താൽ സ്പിരിച്വാലിറ്റിക്ക് വളരെ ഈസിയാണ്. നമ്മൾ ഡീപേഴ്സണലൈസ്ഡായി. നമ്മൾ ഈ ഫോൾസ് പേഴ്സണലൈസേഷൻ കൊണ്ടുവരുമ്പോഴാണ് ഈഗോ എന്ന് പറയുന്ന സാധനം വർക്കപ്പ് ആവുന്നത്. ഈഗോ എന്താണ്? അറിവില്ലായ്മ. അറിവില്ലായ്മയുടെ ലഘു, നമ്മൾ കൊളോക്കിയലായിട്ട് പറയുന്ന വാക്കാണ് ഈഗോ. ഒരാൾക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അയാൾ ഡിഫെൻസീവ് ആവും. എന്നോട് ആ ചോദ്യം ഒന്നും ചോദിക്കണ്ട, എനിക്കിഷ്ടമല്ല എന്ന് പറയും. എന്താ? ഉത്തരം അറിയില്ല. അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയില്ല. ഇഗ്നറൻസ് ഇസ് ഈഗോ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് നമ്മുടെ പണ്ട് മുതലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല. പക്ഷേ ഈ ഒരു അറിവോടുകൂടെ നമ്മൾ എല്ലാത്തിനെയും കണ്ടാൽ നമ്മൾ ഈഗോ പ്രയോഗിക്കില്ല. മറ്റുള്ളവർക്ക് വട്ടാണെന്ന് പറയാൻ നിൽക്കില്ല. നമുക്കൊരു കാര്യം മനസ്സിലായില്ല, അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ അറിവില്ലായ്മ കുറയും, അപ്പോൾ നമ്മുടെ ഈഗോവും കുറയും. അപ്പോൾ വാട്ട് എം ഐ എന്ന ചോദ്യത്തിലേക്ക് വന്ന ഞാൻ എൻ്റെ ഉത്തരം പറഞ്ഞു തരട്ടെ. ഞാനിൻ്റെ എല്ലാവരുടെയും ഞാൻ അതുതന്നെയാണോ എന്ന് നോക്കാം. എല്ലാവരും എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് പറയുന്ന ആരാ? ഞാൻ എന്ന് പറഞ്ഞു. വാട്ട് ഇസ് ഞാൻ? ഞാൻ ഈക്വൽസ് ജീവൻ, ലൈഫ്. ഞാൻ ജീവനാകുന്നു. എൻ്റെ ശരീരവും മനസ്സുമാണ്. ഞാൻ തന്നെയാണ് എല്ലാ ശരീരങ്ങളിലും മനസ്സുകളെയും ചലിപ്പിക്കുന്നത്. ഞാൻ ആ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ ആ ശരീരത്തിനെ കുഴിച്ചിടുകയോ കത്തിച്ച് കളയോ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, അത് നാറും. അപ്പം നമ്മൾ നമ്മുടെ ശരീരമല്ല, നമ്മൾ നമ്മുടെ മനസ്സല്ല, നമ്മൾ ജീവനാണ്, നമ്മൾ ഇൻഡിസ്ട്രക്റ്റബിളാണ്. ഞാൻ ആ ജീവനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. ഫോർ മീ ഗോഡ് ഈക്വൽസ് ലൈഫ്. നമ്മുടെ എല്ലാവരുടെയും എന്നും പറയുന്നേക്കാളും നമ്മളെല്ലാവരും ജീവനാണ്. പല രൂപത്തിൽ, പല രൂപത്തിൽ. ഒരു രൂപം മറ്റേ രൂപം പോലെ അല്ല. ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് ഒന്നും ഒരുപോലെ അല്ല. എന്തുകൊണ്ട്? ജീവൻ എന്തിന് റിപ്പീറ്റ് ചെയ്യണം? ജീവന് പല അനുഭവങ്ങളും എക്സ്പ്രഷൻസുമാണ് ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ രൂപമെടുക്കുന്നത്. എല്ലാവരും ഒരുപോലെ ആവാനല്ല, അവരെ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് ജീവൻ ആ രൂപമെടുത്തത്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഫുള്ളായിട്ട് ജീവനായിട്ട് ജീവിക്കുക. ജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു രൂപം വേണം, അതിലൂടെ ജീവിക്കണം. നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടി രൂപം എടുത്ത ജീവനാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളുടെയൊക്കെ ഞാൻ അത് തന്നെയാണെങ്കിൽ നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കും ഞാൻ ആരാണ്. അപ്പം ഞാൻ ആരാണെന്ന് പറയുമ്പോൾ നിനക്ക് മനസ്സിലാവും നീ ആരാണെന്നും ഞാൻ ആരാണെന്നും. നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മളെല്ലാവരും ഒരേ ജീവനാണ്. ഒരേ ജീവൻ്റെ പല രൂപങ്ങളാണ്. സോ ദാറ്റ് ഇസ് വൈ ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്. രമണ മഹർഷി ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ബെർണാഡ് ഷാ പണ്ടെഴുതിയ ഒരു വലിയ ലേഖനത്തിൻ്റെ തലക്കെട്ടായും അദ്ദേഹം കുറിച്ചത്. മനുഷ്യൻ
ആ ചോദ്യത്തിന് ഉത്തരം അന്വേഷിക്കുകയും ഉത്തരം കണ്ടെത്താതെ മരിച്ചു പോവുകയും ചെയ്യാറാണ് പതിവ് എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ മരിച്ചു പോവാതിരിക്കാൻ, അല്ലെങ്കിൽ അതിനു മുമ്പ് ഉത്തരം കിട്ടാവുന്ന രൂപത്തിലേക്ക് ആ ചോദ്യത്തെ എല്ലാവർക്കും വേണ്ടി മാറ്റി എഴുതണം എന്ന ആലോചനയായിരുന്നോ വാട്ട് എന്നതിലേക്ക് ലെനയെ എത്തിച്ചത്? അല്ലെങ്കിൽ തനിക്ക് തന്നെ ഏറ്റവും ലഘുവായി അതിനൊരു ഉത്തരം പറയണം എന്ന തോന്നലായിരുന്നോ, തന്നെക്കുറിച്ച് തന്നെയുള്ള തോന്നലായിരുന്നു ആ ചോദ്യത്തെ മാറ്റി എഴുതിച്ചത്? തീർച്ചയായും എൻ്റെ വ്യക്തിപരമായ ഒരു അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയ, എനിക്ക് മനസ്സിലാവാൻ വേണ്ടി മെഡിറ്റേഷനും കോൺടെംപ്ലേഷനും വീണ്ടും വീണ്ടും ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ലല്ലോ, ഉത്തരം കിട്ടുന്നവരെ സമാധാനമില്ല. അപ്പോൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണ്ടേ? അല്ല, നിങ്ങൾക്ക് നല്ലൊരു തമാശ കിട്ടി, നിങ്ങൾ കുറേ ചിരിച്ചു, നിങ്ങൾ ആ തമാശ ഇനി ആരോടും പറയില്ലേ? ഓടിച്ചെന്ന് എല്ലാവരോടും പറയും, നിങ്ങൾ കുറേ പൊട്ടിച്ചിരിച്ചൊരു തമാശയാണ്. അതേപോലെ ഇതേ അറിവ് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ആരൊക്കെ ഏത് രീതിയിൽ ഇതേ സത്യം പകർത്താൻ നോക്കിയിട്ടുണ്ടോ, ഞാൻ എനിക്ക് മനസ്സിലായ രീതിയിൽ ചിലപ്പോൾ മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ വലിയ സന്തോഷം, ഉപകാരപ്പെട്ടില്ലെങ്കിൽ മറന്നു കളയൂ. ജസ്റ്റ് ഫോർഗിവ് മീ. ലോകം ആഘോഷിച്ച ഒരു എഴുത്തുകാരിയാണ് ആൻ റൈസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി. ഒരുപാടേറെ പുസ്തകങ്ങൾ ഇന്നും ബെസ്റ്റ് സെല്ലറുകളായി ആൻ റൈസിൻ്റെ പുസ്തകങ്ങൾ വരുന്നുണ്ട്. ആൻ റൈസ് ആദ്യമായി തൻ്റെ ഒരു പുസ്തകം എഴുതി ഒരു പബ്ലിക്കേഷനെ സമീപിച്ച സമയത്ത് ആ പബ്ലിഷർ ആൻ റൈസിനോട് പറഞ്ഞു, നമ്മളുടെ പ്രസാധക സംരംഭം ഇത്തരം പുസ്തകങ്ങൾ അടിക്കുന്ന ഒരു സ്ഥലമല്ല, അതുകൊണ്ട് ഇത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡെട്ടൺ എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ ഫേമസ് ആയ ഒരു പബ്ലിഷിംഗ് കമ്പനി ആൻ റൈസിനെ തിരിച്ചയച്ചു. എനിക്ക് തോന്നുന്നത് പിൽക്കാലത്തുള്ള ആൻ റൈസിൻ്റെ പ്രധാനപ്പെട്ട സൃഷ്ടികളെല്ലാം ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചത് അതേ പബ്ലിക്കേഷനിലൂടെയായിരിക്കും. ലെന പറയുന്നത് പബ്ലിക്കേഷന് മനസ്സിലാവില്ല എന്ന തോന്നലുള്ളത് കൊണ്ടായിരിക്കുമോ സ്വയം പബ്ലിഷ് ചെയ്ത് ബെസ്റ്റ് സെല്ലറാക്കി ഒരു ആൻ റൈസിനെ പോലെ തിരിച്ചു വന്ന് ഇതേ പബ്ലിക്കേഷനുകളെ കൊണ്ട് തന്നെ ഞാൻ എന്നെ വിൽപ്പിക്കുമെന്ന ഒരു തീരുമാനം ഈ പുസ്തകം എഴുതുമ്പോൾ ലെന എടുത്തത്? ഒരിക്കലുമില്ല. എല്ലാവർക്കും അറിയാം, ഞാൻ മലയാള സിനിമയിലാണ് 16 വയസ്സ് മുതൽ വർക്ക് ചെയ്തിട്ടുള്ളതും. പുസ്തകങ്ങൾ വായിക്കും എന്നുള്ളൂ, ലിറ്ററേച്ചറിനെ കുറിച്ച് അറിയില്ല. ഞാൻ പഠിച്ചത് ലിറ്ററേച്ചർ അല്ല. എനിക്ക് ഒരു പുസ്തകം എഴുതിയാൽ അതെങ്ങനെ പബ്ലിഷ് ചെയ്യണം, അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം ഒന്നും ഒരു അറിവില്ല. പക്ഷേ ഈ പുസ്തകം എഴുതിയേ പറ്റൂ എന്നൊരു ഫീലിംഗ് വരുന്നത് ഈ പുസ്തകത്തിലേക്ക് വരാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഉറക്കം കളയുമ്പോഴാണ്. ഉറങ്ങാൻ നോക്കിയാൽ പുസ്തകത്തിലേക്കുള്ള സെൻറ്റൻസസ് വന്നുകൊണ്ടേയിരിക്കും, ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നാൽ പണ്ടാര ഇത് എഴുതിയിട്ടാൽ പിന്നെ ഉറങ്ങാലോ എന്ന് വിചാരിച്ച് എഴുതി അതൊരു പുസ്തകമായി കഴിഞ്ഞപ്പോൾ അതിനെ ഞാൻ നോക്കിയിരുന്നിട്ട് ഇനിയിപ്പോൾ ഇതെന്ത് ചെയ്യും, ഇതിനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ആരോടാ ചോദിക്കേണ്ടതെന്നറിയില്ല. ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് എന്താ പറയുക, അവർ കളിയാക്കുമോ, എന്ത് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡോ, ഇവർക്ക് വട്ടാന്ന് പറഞ്ഞാൽ നേരെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇട്ടാലോ, അതുകൊണ്ടൊരു പ്രശ്നം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു സെൽഫ് പബ്ലിഷ് ചെയ്യാം, ആ ഒരു ജോലി തീരുമല്ലോ, അങ്ങനെ വിചാരിച്ച് ചെയ്തത്. ഞാൻ ഒരിക്കലും ഈ പുസ്തകം ഇത്രയും റീച്ച് ഉണ്ടാവുമെന്നോ ഒന്നും വിചാരിച്ച് ചെയ്തതല്ല. ആ അന്ന് കൊടുത്ത ഇൻ്റർവ്യൂ ആണെങ്കിലും ഞാൻ ആദ്യമായിട്ട് മനസ്സ് തുറന്നങ്ങ് സംസാരിച്ചു, അത്രേ ഉണ്ടായുള്ളൂ. എല്ലാവരും ഇതുപോലെ ഏറ്റെടുത്തത് കൊണ്ട് ഈ പുസ്തകത്തിനെ പറ്റി ചർച്ചകളുണ്ടായി. ഇത് ഓൾ ഇന്ത്യ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിലേക്ക് വന്നു. അത് ശ്രദ്ധിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പെൻഗ്വിൻ ബുക്സ് ആണ്. പെൻഗ്വിൻ ബുക്സ് നോട്ടിസ്ഡ് ദാറ്റ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് ഹാസ് ബിക്കം എ ബെസ്റ്റ് സെല്ലർ ആൻഡ് ദേ ഹാവ് അക്വയർഡ് ദ ബുക്ക്. പെൻഗ്വിൻ ബുക്സ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരു പുസ്തകം എഴുതുന്ന ഒരാൾക്ക് ഇതിനേക്കാൾ വലിയ അംഗീകാരം കിട്ടാനില്ല. അതിനൊക്കെ ഞാൻ നന്ദി പറയേണ്ടത് നിങ്ങളോടും ബാക്കി നമ്മുടെ എല്ലാ നോർമൽ ഫ്രണ്ട്സിനോടുമാണ്. താങ്ക് യു സോ മച്ച്. പെൻഗ്വിൻ ബുക്സ് ഹാസ് ടേക്കൺ ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്. ഇനി ബുക്ക് ഇറങ്ങുന്നത് പെൻഗ്വിൻ്റെ കവറോടുകൂടെ ആയിരിക്കും. പുതിയ കവറിൽ വേൾഡ് വൈഡ് റിലീസ് ഉണ്ടാവും, എല്ലാ ബുക്ക് സ്റ്റോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. ഇതിനേക്കാളും വലിയ ഭാഗ്യം ആ പുസ്തകത്തിന് കിട്ടാനില്ല. അതുപോലെ തന്നെ ഇതിനേക്കാളും നല്ലൊരു ന്യൂസ് ഉണ്ട്. എല്ലാവരും ആവശ്യപ്പെട്ടത് പ്രകാരം പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ബുക്ക് ഇറക്കുന്നത് DC ബുക്സ് ആയിരിക്കും. സോ താങ്ക് യു സോ മച്ച് ടു DC ബുക്സ് ആൻഡ് താങ്ക് യു സോ മച്ച് ടു പെൻഗ്വിൻ ബുക്സ് ഫോർ റീച്ചിങ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്. മലയാളത്തിൽ ദൈവത്തിൻ്റെ ആത്മകഥ. നമ്മൾ ആര് ആത്മകഥ എഴുതിയാലും അത് ദൈവത്തിൻ്റെ ആത്മകഥയാണ്.
താങ്ക് യു. ദൈവത്തിൻ്റെ ആത്മകഥ സത്യത്തിൽ മനുഷ്യൻ്റെ ആത്മകഥ തന്നെയാണ് എന്നത് മനോഹരമായ പ്രയോഗമാണ്. ഇത്തരം മനോഹരമായ പ്രയോഗങ്ങളും നിരീക്ഷണങ്ങളുമാണ് കുറേ നേരമായി ലെന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതുണ്ടോ അതോ ലെന തന്നെ അത് കുറച്ചുകൂടെ മലയാളത്തിൽ എഴുതുന്നതായിരിക്കില്ലേ ഭംഗിയാവുക എന്നൊരു വ്യക്തിപരമായ തോന്നൽ എനിക്കുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ വീണ്ടും തിരിച്ചു വരാം. എനിക്ക് മലയാളം എഴുതാൻ അറിയില്ല. ഞാൻ പഠിച്ചത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലായിരുന്നു. എൻ്റെ അച്ഛൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് വർക്ക് ചെയ്തത്. അപ്പം ഞാൻ ഒരുപാട് കാലം കേരളത്തിലല്ല താമസിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിപ്പോയി. എനിക്ക് വളരെയധികം സങ്കടമുള്ളൊരു കാര്യമാണ്. പക്ഷെ മലയാളത്തിൽ എഴുതണമെങ്കിൽ വളരെ പ്രത്യേക സ്കിൽ തന്നെ വേണം. മലയാളം ഒരു കടും കട്ടി ഭാഷയാണ്. സോ നല്ലൊരു എഴുത്തുകാരൻ തന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ തമാശ കളിച്ച് മലയാളം ആക്കേണ്ടതല്ല. അപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുന്നു. അപൂർവം സമയങ്ങളിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞോ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലൊക്കെ കമൻ്റ് ചെയ്യുന്ന മനുഷ്യരായി ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിലൊക്കെയാണ് അതല്ലാത്ത ആളുകളുടെ ഒരു ലോകം ലെന കാണുന്നത്. അല്ലാതെ ആൾക്കൂട്ടത്തെ കാണുന്ന ഒരുപക്ഷെ ഇത്തരം സംവാദങ്ങളിലായിരിക്കും. അതല്ലാതെ ലെനയ്ക്ക് ചുറ്റുമുള്ള രൂപീകരിക്കപ്പെടുന്ന ഒരു ലോകം കാലങ്ങളായി സിനിമാക്കാരുടെ ഒരു ലോകമാണ്. എങ്ങനെയാണ് ആ ലോകം ഒരു പുതിയ ലെനയെ, ഓട്ടോബയോഗ്രാഫി ഓഫ് ഗോഡിന് ശേഷമുള്ള ഒരു ലെനയെ, ഇതുവരെ സംസാരിക്കാത്തൊരു ഭാഷയിൽ സംസാരിക്കുന്ന ലെനയെ, വർഷങ്ങൾക്ക് ശേഷം കുതിരവട്ടം പപ്പുവിനെ തിരിച്ച് ചോദിച്ചു തുടങ്ങുന്ന ഒരു ലെനയെ എങ്ങനെയാണ് സിനിമാക്കാർ കേട്ടത്? സിനിമയ്ക്കകത്ത് എല്ലാവർക്കും എന്നെ അറിയാം. 25 വർഷമായിട്ട് ഞാൻ 16 വയസ്സ് മുതൽ വളർന്നിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ബാക്കി എല്ലാവർക്കും അത് ഇൻഡസ്ട്രി ആയിരിക്കും. എനിക്ക് സിനിമ എൻ്റെ ഫാമിലിയാണ്. അവരെല്ലാവരും ഞാൻ 16 വയസ്സ് മുതൽ ഇപ്പോൾ 42ാമത്തെ വയസ്സ് വരെ അവരെൻ്റെ ഫാമിലിയാണ്. അവർക്കൊക്കെ നമ്മളെ അറിയാം. നമ്മൾ ലൊക്കേഷനിൽ പറയുന്ന വർത്തമാനം ഇതൊക്കെ തന്നെയാണ്. ഇതുവരെ പബ്ലിക്കലി ഇത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് സിനിമാക്കാർക്കൊന്നും ഒരു പുതുമ ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ മറ്റേ സംഭവം എന്താ പറയാത്തത് എന്നാണ് ചോദിച്ചത്. ഇനി അടുത്ത പുതിയത് മറ്റേ കഥ അന്ന് അവിടെ വെച്ച് ചമ്മിയ കഥ പറയാറുന്നില്ലേ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ അത് അടുത്ത ബുക്കിൽ വരുന്നതാണ്. പെൻഗ്വിനായിട്ട് ഒരു 3 ബുക്കിൻ്റെ ഡീലാണ് സൈൻ ചെയ്തിരിക്കുന്നത്. വൈൽഡ് ഇമാജിനേഷനുകൾ സാധാരണ നടത്തുന്ന സമയത്ത് നമ്മൾ പറയുന്ന രസമുള്ള കാര്യങ്ങളിലൊന്ന് ഇങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്യണമെങ്കിൽ കൂടി എന്തോ ഇയാൾ ഉപയോഗിക്കുന്നുണ്ടാവണം എന്ന ആളുകൾ സാധാരണ പറയാറുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഇപ്പോൾ എം മുകുന്ദനെ പോലെയൊക്കെയുള്ള മുകുന്ദൻ ഇവിടെ ഉണ്ട്. എഴുത്തുകാർ സാധാരണ മുമ്പേ എഴുതിയിട്ടുണ്ട്. മഹാഭാരതത്തെക്കുറിച്ച് എഴുതുന്ന സമയത്ത് ഈ ശരശയ്യയിൽ അമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു കിടക്കയിൽ ഒരു മനുഷ്യൻ കിടക്കുന്നു എന്ന് ഇമാജിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഇമാജിൻ ചെയ്തയാൾ കഞ്ചാവായിരിക്കുമെന്ന് എം മുകുന്ദൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ കഞ്ചാവ് ഉപയോഗിക്കുന്ന അല്ലെ ഏതെങ്കിലും രൂപത്തിൽ ട്രിപ്പ് ഉപയോഗിക്കുന്നതൊക്കെ മനുഷ്യരെ അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെ, ഞാൻ തികച്ചും പേഴ്സണലായി അല്ല ആ ചോദ്യത്തിലേക്ക് വരുന്നത്, തുടങ്ങിയത് അങ്ങനെയാണെങ്കിലും ആനന്ദത്തിന് വേണ്ടി ഇത്തരം സാധ്യതകൾ അന്വേഷിക്കുന്ന മനുഷ്യർ കൂടെയുണ്ട് നമുക്കിടയിൽ. അത്തരം മനുഷ്യരെ കാണുകയോ അത്തരം മനുഷ്യർ സംസാരിക്കുന്ന ഒരു ഭാഷ ഏതെങ്കിലും രൂപത്തിൽ ആസ്വദിക്കാൻ എനിക്ക് തോന്നുകയോ താൻ പറയാൻ ശ്രമിച്ച എന്തോ ഇവരൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നുകയോ ചെയ്തിട്ടുണ്ടോ? ലിജീഷ് തന്നെ ആനന്ദം തേടിയതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആനന്ദം തേടാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ആനന്ദം തേടുന്ന വഴികൾ വേറെയാണ്. എല്ലാവരും ആനന്ദം തേടുന്നത് പല വഴികളിലൂടെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഇൻടോക്സിക്കൻസ് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ എന്ന് ജനറലി സംസാരിക്കുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുന്നവർ ഈ നോർമൽ ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോഴാണ്, ഭയങ്കരമായിട്ട് അടച്ചു കൂടിയ പോലത്തെ ഒരു വീർപ്പുമുട്ടലിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കള്ളു കുടിക്കുന്നത് വരെ ആൾക്കാർ എന്തോ ഒരു മോചനത്തിന് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് വളരെ ഡേഞ്ചറസ് ആണ്. ഞാൻ സത്യത്തിൽ എൻ്റെ ലൈഫിൽ ഒരു പ്രാവശ്യം സൈലോസൈബിൻ യൂസ് ചെയ്തതിനെക്കുറിച്ച് എൻ്റെ ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. സൈലോസൈബിൻസ് വളരെ പവർഫുൾ ആയിട്ടുള്ള സൈക്കഡെലിക്സ് ആണ്. ഒരിക്കലും ഒരു എന്താ പറയുക ഒരു റെക്രിയേഷണൽ സബ്സ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. ആർക്കും ബാൻഡായിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇൻഫർമേഷൻ ഉണ്ടാവില്ല. അപ്പം നമുക്കതിനെപ്പറ്റി അറിവില്ല. ആ അറിവില്ലായ്മ കാരണം നമ്മൾ പലതും ഉപയോഗിക്കും. പിന്നെ നമ്മൾ വിചാരിക്കും ഇത് ഇനിയും ഉപയോഗിച്ചാൽ
ഇനിയും കൂടിയ തലങ്ങളിലേക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കും. അല്ല, താഴത്തോട്ട് 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 പോവും. ഇത് ഇന്നത്തെ പുതിയ തലമുറയോട് പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ടെന്ന് തോന്നിയിട്ടാണ് ഞാൻ അതിനെപ്പറ്റി ഈ ബുക്കിൽ എഴുതിയത്. ഞാനിപ്പോൾ ബുക്കിൽ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിലും എൻ്റെ ബുക്ക് അവിടെ തന്നെ നിലനിൽക്കും, അതിൽ പറഞ്ഞിട്ടുള്ള മാറ്ററും നിലനിൽക്കും. പക്ഷേ പലരും വിചാരിക്കുന്നത് ഈ ആനന്ദം തേടിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ആനന്ദം ഒരിക്കലും എത്താൻ പറ്റില്ല. എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങൾ ആ സാധനങ്ങളുടെ അടിമയാവും. പക്ഷെ പല സബ്സ്റ്റൻസസ് ഉണ്ട് നമ്മുടെ ബ്രെയിനിലെ ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ക്ഷമിക്കണം കുറച്ച് ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ, നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ, നമ്മുടെ ലെഫ്റ്റ് സെറിബ്രം, ഈ സൈഡിലാണ് ലോജിക്, റീസണിങ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. പല സാധനങ്ങളുണ്ട്, ഇത് കഴിച്ചാൽ ഈ സൈഡ് ഓഫാവും, അത് വർക്ക് ചെയ്യില്ല. അത് വർക്ക് ചെയ്യാതെ ആവുമ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴും ലോജിക്കലായിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള എല്ലാത്തിനും അതിൻ്റെതായ റീസണും ലോജിക്കും വേണം എന്ന് പറയുന്നവർക്ക് ഇത് ഓഫാവുമ്പോൾ വളരെ പ്രത്യേകമായ വേറെ എന്തൊക്കെയോ അനുഭൂതി ഉണ്ടാവും. അതിൻ്റെ പേര് ആനന്ദം എന്നല്ല, പക്ഷെ വേറിട്ട ഒരു അനുഭവം ഉണ്ടാവും. ആ അനുഭവം കാരണം അവർ തിരികെ ഈ ബ്രെയിനിൻ്റെ ഈ സൈഡ് തിരിച്ച് ഓണാവുമല്ലോ കുറച്ച് നേരം കഴിയുമ്പോൾ. അപ്പോഴാണ് അവർ ആലോചിക്കുന്നത്, ഇപ്പം ഞാൻ ആരാ, അച്ഛാ ഇതിലേതാ ഞാൻ എന്നൊക്കെ ചോദിച്ചു തുടങ്ങും. പക്ഷേ അവർക്കുണ്ടായത് ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ്. ഇനി അവർ വിചാരിക്കും ഇത് തന്നെ ഞാൻ ഇനിയും കുറേ ചെയ്താൽ ഇത് കൂടുമല്ലോ എന്ന്. കൂടില്ല, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഡൗൺ ഹില്ലാണ്. പക്ഷേ ഇതാണ് സംഭവിക്കുന്നത്, ബ്രെയിനിലെ ആ ലോജിക് ആൻഡ് റീസണിങ്ങിൻ്റെ ഭാഗം കുറച്ച് നേരത്തേക്ക് ഓഫാവും. ഇത് എൻ്റെ ബുക്കിൽ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ, അവരുടെ പേര് ഞാൻ മറന്നു, അവരാണ് ഫസ്റ്റ് ടെഡെക്സിൽ ഇത് സംസാരിച്ചത്. അവർക്ക് ഈ ലെഫ്റ്റ് സൈഡിലൊരു സ്ട്രോക്ക് ഉണ്ടായി. അവർ ബ്രെയിനിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഡോക്ടർ ആയതുകൊണ്ട് ആ സ്ട്രോക്കിൻ്റെ ബേസിസിൽ അവർ എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങൾ. അത് തന്നെയാണ് നമ്മളൊക്കെ ആർട്ടിഫിഷ്യലി എന്തെങ്കിലും കഴിച്ച് ഈ സൈഡിനെ ഓഫാക്കുന്നത്. അത് ഓഫാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരുപാട് ഗുണങ്ങളുണ്ടാവില്ല. ഒരു മൊമെൻ്ററി ചേഞ്ച് ഉണ്ടാവും, അത് പിന്നെ ലൈഫ് ലോങ് ആ ചേഞ്ച് നിലനിൽക്കും. പക്ഷേ ഇത്രയും റിസ്ക് എടുക്കാതെ അതിനെ വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് ഓഫാക്കാം. അതിൻ്റെ പേരാണ് മെഡിറ്റേഷൻ. പ്രാണായാം, യോഗ, കുറച്ച് ചിന്ത തന്നെ ലോജിക്കലായിട്ട്, എല്ലാത്തിനും ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ലോജിക്കും ഇല്ലോജിക്കും ഈക്വലി വേണം എന്ന് ചിന്തിച്ചാൽ പോലും ഈ സൈഡ് കുറച്ച് ഓഫാവും. എല്ലാത്തിനും റീസൺ വേണം എന്ന് നിർബന്ധം പിടിക്കാതിരുന്നാൽ തന്നെ നമുക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങും. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അതിനുള്ള കപ്പാസിറ്റി. പക്ഷെ അതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും വളരെ നിസ്സാരമായിട്ട് കരുതുന്ന ഒരുപാട് വളരെ ഹെവി സബ്സ്റ്റൻസസ് ഉണ്ട്. ദയവ് ചെയ്ത് യങ് തലമുറയോട് പറയാണ്, ഡു നോട്ട് എക്സ്പെരിമെൻറ്റ് വിത്ത് ഇറ്റ്. തീക്കളിയാണ് ഇത്, തീക്കളിയാണ്. വളരെ അപൂർവമാണ് ഒരാൾ അതിൽ നിന്നും എന്തെങ്കിലും വിലപിടിപ്പുള്ളത് എടുത്തുകൊണ്ട് ഇറങ്ങി വരുന്നത്. ബാക്കി എല്ലാവരുടെ ലൈഫ് വെറുതെ വേസ്റ്റായി പോവുകയാണ് ഇതിൻ്റെ പേരിൽ. അത് തേടിയതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങേ കര കാണണമെന്ന ഒരു നിർബന്ധമില്ല. 0.1% ആയിരിക്കും അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടാവുന്ന ആൾക്കാർ. ബാക്കി എല്ലാവർക്കും ചെറുതായിട്ട് അവരുടെ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിനെ അവരൊന്ന് പരിചയപ്പെട്ടു. അതിനാണ് ഇത്ര ആഹാ എന്ന് പറയുന്നത്. അത് നമുക്ക് പരിചയപ്പെടാം, കുറച്ച് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ മതി. ലോങ് റൂട്ടാണ്, ഇമ്മീഡിയറ്റ് കിട്ടില്ല, പക്ഷേ ഒരു സൈഡ് ഇഫക്ട്സും ഇല്ലാത്ത ലൈഫ് ലോങ് നിർത്താൻ പറ്റുന്ന ഉപായമാണ്. സോ പ്ലീസ് ട്രൈ ടു ലേൺ മെഡിറ്റേഷൻ. അത് ഓൾഡ് ഫാഷൻഡോ എന്തോ അയ്യേ മെഡിറ്റേഷനോ എന്ന് വിചാരിക്കാതെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ആൻഡ് യു വിൽ ചേഞ്ച് അതർ പീപ്പിൾസ് ലൈഫ്സ്. 3 പുസ്തകം തുടർച്ചയായി എഴുതാനുള്ള കരാർ പെൻഗിനുമായി ഒപ്പിടുന്നു. 1ാമത്തെ പുസ്തകം എഴുതിയതിൻ്റെ കോലാഹലം സത്യത്തിൽ അവസാനിച്ചിട്ടില്ല. സ്വാഭാവികമായും നിരന്തരമായ പ്രയാസങ്ങൾ ഒരുപക്ഷെ ലെനാദിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് എനിക്ക് കൗതുകത്തോടെ കേൾക്കേണ്ടതുണ്ട്. നിത്യജീവിതത്തിൽ എങ്ങനെയായിരിക്കും ഇത്, ഓരോ ദിവസവും ഉണ്ടാവുന്ന ട്രോളുകളെ, ഓരോ ദിവസവും വരുന്ന വീഡിയോ ബൈറ്റുകളെ, അങ്ങനെ ഓരോന്നിനെയും നാം പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു സ്പേസ് ഉണ്ടാവും അവിടെ. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്തേക്ക് പെണ്ണെഴുതുന്നു എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒരു 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 സ്ത്രീ എഴുത്തുകാരി എന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്ന
വിചിത്രമെന്ന് തോന്നുന്ന ഒന്നിനെ ഇങ്ങനെ ഒരാൾക്കൂട്ടത്തിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരാണായിരുന്നുവെങ്കിൽ, ഒരു താരം എന്നത് ഒരാൺ താരം ആയിരുന്നുവെങ്കിൽ മറ്റൊരനുഭവമായിരുന്നു ഉണ്ടാവുക എന്ന തോന്നൽ താനൊരു സ്ത്രീ ആയതുകൊണ്ടുകൂടിയാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ആൺ പെണ്ണ് വ്യത്യാസമില്ല. എന്നാൽ ജീവനാണല്ലോ. ജീവൻ ഏതോ ഒരു ആണോ പെണ്ണിൻ്റെ രൂപത്തിലോ എന്തോ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അതിപ്പോൾ ഏത് രൂപത്തിൽ പറയുന്നു, പെൺ രൂപത്തിൽ പറയുമ്പോൾ കുറച്ചുകൂടെ രസമുണ്ട്, ഒരു കൗതുകമുണ്ട്. ഒരുപാട് പെണ്ണുങ്ങൾ ഇത് പറയാറില്ല. ബിക്കോസ് സ്ത്രീകൾക്ക് യൂഷ്വലി ഇത്രയും ഫ്രീഡം, ഇത്രയും ലൈഫിൽ ഞാൻ കഴിഞ്ഞൊരു 12 വർഷത്തിന് മുകളിൽ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ ലൈഫിൽ വേറെ പ്രാരാബ്ദങ്ങളില്ല. ഞാൻ വിവാഹം കഴിച്ചില്ല. അതിനുശേഷം 30 ഇയേഴ്സ് മുതൽ ഞാൻ സോളോ ആയിട്ട് ജീവിക്കുകയാണ്. യാത്ര ചെയ്യുന്ന ഒറ്റയ്ക്കാണ്. അപ്പോൾ കുടുംബവും കുട്ടികളൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് വളരെ ഡിഫറെൻ്റ് ആണ്. അവർക്ക് ഈ ആത്മീക അന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കാൻ നിന്നാൽ വീട്ടിൽ കഞ്ഞി വെക്കില്ല ആരും. ഞാൻ പലപ്പോഴും കഞ്ഞി വയ്ക്കാറില്ല. അപ്പം ഞാൻ എന്തെങ്കിലും കുറുക്കുറയൊക്കെ തിന്നിട്ടൊക്കെ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീടും കുടുംബമൊക്കെ നോക്കുന്ന സ്ത്രീകൾക്ക് അതിനുള്ളൊരു ടൈം ആൻഡ് സ്പേസ് കിട്ടുന്നുണ്ടാവില്ല. ഞാൻ അതിനു വേണ്ടി സമയമുണ്ടാക്കി എൻ്റെ ജീവിതത്തിൽ പല സാക്രിഫൈസസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാവർക്കും പറ്റുന്നില്ല. ആണുങ്ങൾക്ക് പലപ്പോഴും കൂടുതൽ ഫ്രീഡം സൊസൈറ്റിയിൽ ഇതുവരെ കിട്ടിയിട്ടുണ്ട്, സത്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ വയറിങ്ങും ഡിഫറെൻ്റ് ആണ്. അപ്പം അതിൻ്റെ ഒക്കെ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ ഇത് സത്യത്തിലൊരു ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ പറയുന്ന കാര്യത്തിൽ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആര് പറഞ്ഞാലും മറ്റുള്ളവർ അത് സ്വീകരിക്കാൻ റെഡിയാണ്. ബിക്കോസ് ഞാനിത് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഞാനിത് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും വ്യക്തിപരമായിട്ടൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ഓൾറെഡി എല്ലാവരും അറിയുന്ന ഒരാളാണ്. എനിക്കിത് പറഞ്ഞിട്ട് വേണ്ട ഫേമസ് ആവാൻ. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തിനാ ഞാനൊരു സിനിമാ നടിയായത്? ഞാൻ സിനിമാ നടിയായത് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ആൾക്കാർക്ക് കുറച്ചുകൂടി ഈസിയാണ്. 25 വർഷമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ്. ഈ ആളിത് പറയുമ്പോൾ വട്ടാണെങ്കിലും ഒന്ന് കേൾക്കാല്ലേ എന്നുള്ളതുണ്ട്. അപ്പോൾ 25 വർഷമുള്ള ലെന കടന്നുപോയ ഒരു ജീവിതം ഇന്നിരിക്കുന്ന ഒരു ലെനയാവാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ 25 വർഷത്തെ ലെനയുടെ നോട്ടങ്ങളായിരിക്കും സത്യത്തിൽ ഈ പുസ്തകത്തിനകത്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവുക, അല്ലേ? 42 വർഷമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. എനിക്കിപ്പോൾ 42 വയസ്സായി. 42 വർഷമായിട്ട് ഞാൻ ഇവിടെ കണ്ട ജീവിതവും അതിൽ നിന്നും ഈ സെർച്ച് വഴി പഠിച്ച കാര്യങ്ങളും അത് വളരെ ലഘുവായിട്ടുള്ള രീതിയിൽ പറയാൻ പറ്റണം. ബിക്കോസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ പുതിയതല്ല. പക്ഷേ യൂഷ്വലി ആൾക്കാരിത് പറയുന്നത് വലിയ വലിയ തത്വങ്ങളും വാക്കുകളും ആർക്കും മനസ്സിലാവാത്ത ചില സാഹിത്യമൊക്കെ ഉപയോഗിച്ച് പറയുമ്പോഴേക്കും ഞാൻ തന്നെ ആലോചിക്കും, ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാൻ പറ്റില്ലേ? അപ്പോൾ പറ്റാവുന്ന അത്രയും സിമ്പിളായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്കൊന്നും ഇന്ന് നമ്മളിവിടെ സംസാരിക്കുമ്പോഴും ആർക്കും ഇതെന്താ ഈ പറയുന്നത് എന്ന് അതിൻ്റെ ഉള്ളിലുള്ള മീനിങ് കാരണം തോന്നാം. വാക്കുകളിൽ അത് തോന്നുന്നില്ലല്ലോ. ഞാൻ കടുംകട്ടിയായിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. പക്ഷെ പറയുന്നത് കടുംകട്ടിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് നമ്മളെല്ലാവരും ആ കടുംകട്ടിയായിട്ടുള്ള ആ സംഭവമാണ്. ഇറ്റ്സ് കോൾഡ് ലൈഫ്. ലൈഫ് മാത്രമേ ഉള്ളൂ. ലൈഫ് അല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇത് നിങ്ങൾ സ്വയം കുറച്ച് നേരം അത് അയവറക്കേണ്ടതായിട്ടുണ്ട്. എനിക്കിത് പറഞ്ഞുതരാനേ പറ്റുള്ളൂ. ഇനി ഇതിനെ കൊണ്ട്, ഈ ഇൻഫർമേഷൻ കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെയും അവകാശമാണ്. പക്ഷേ ആ ഒരു ചിന്ത നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ വലിയ കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളിനി ഇത് പോയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ചർച്ച ചെയ്യും, നിങ്ങളിത് സംസാരിക്കും, അപ്പോൾ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും. ഞാൻ ചോദിച്ചു വന്നത് 4 പതിറ്റാണ്ട്, ഇപ്പോൾ 25 അല്ല 40 വർഷം കടന്നു എന്ന് പറയുമ്പോൾ 4 പതിറ്റാണ്ട് നീളുന്ന ലെനയുടെ അന്വേഷണം ലെന ഒരു പുസ്തകമാക്കുന്നു. ആ പുസ്തകം ഒരു സമൂഹത്തിന് മുമ്പിൽ വെക്കുന്നു. നോർമൽ അല്ലാത്ത മനുഷ്യർ ഇത് എളുപ്പം മനസ്സിലാക്കുമെന്നും അല്ലാത്തവരിലേക്ക് പതിയെ പതിയെ ഇത് എത്തിച്ചേരുമെന്നുമുള്ള ആത്മവിശ്വാസം ലെന പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഈ സമൂഹം ഇങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ വളരെ എളുപ്പം ഇത് സ്വീകരിക്കപ്പെടുമായിരുന്നു എന്നും, ഈ പുസ്തകത്തിൻ്റെ വിൽപ്പന ഒരറ്റത്ത് നടക്കുന്നുണ്ട്, സമൂഹം സ്വീകരിക്കുന്നു എന്ന ഒരു തർക്കം ലെനക്ക് ഉന്നയിക്കാനുണ്ട്. ഞാൻ പറയുന്നത് ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒന്ന്, എല്ലാവരും എളുപ്പം ഉൾക്കൊള്ളുന്ന ഒന്ന് എന്നത്
അത്ര കയ്യടി കിട്ടേണ്ട കാര്യമാണ് എന്ന അഭിപ്രായവും എനിക്കില്ല. പക്ഷേ ഈ സമൂഹം മറ്റൊരു തരത്തിലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഈ സമൂഹം തന്നെ ഇങ്ങനെ അല്ലാതെ പോയിരുന്നെങ്കിൽ, ഇപ്പോൾ ലെന പറയുന്നു വിവാഹ ജീവിതമല്ലാത്ത ഒരു ജീവിതം ഞാൻ നയിക്കുന്നത് കൊണ്ട് എൻ്റെ മുമ്പിൽ ഈ സാധ്യതകളുണ്ട് എന്ന് ലെന പറയുന്നു. പലപ്പോഴും കുടുംബ ജീവിതത്തിൽ ഈ സാധ്യതകൾ ഉണ്ടാവാറില്ല എന്ന് പറയുന്നു. നാം തുടർന്നു പോരുന്ന കുടുംബ സങ്കല്പത്തെയൊക്കെ ഒന്ന് മറികടന്നാൽ മറ്റൊരു ജീവിതം സാധ്യമാണ് എന്നും അവിടെ അന്വേഷണത്തിൻ്റെ തലം കുറച്ചുകൂടെ എളുപ്പം സാധ്യമാകും എന്നുള്ള തോന്നൽ എനിക്കുണ്ടോ? അത് ഓരോരുത്തരുടെയും വാസനയാണ്. ഇപ്പം ചിലവർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് പറഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കണ്ട, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാൻ ചിലപ്പോൾ കല്യാണം കഴിക്കും. പിന്നെ ഇത്രയും നാൾ കല്യാണം കഴിക്കാതെ ജീവിച്ചത് ഈ സ്പിരിച്വൽ പാർട്ടിലൂടെ പോയിരുന്നോണ്ടാണ്. അതിനി ശ്രദ്ധ തെറ്റുന്നേ. ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് സാധാരണ ആൾക്കാർ സന്യാസം എന്ന് പറയും. അപ്പോൾ 12 വർഷമാണ് സന്യാസത്തിൽ ഒരു തപസ് കാലം. അപ്പോൾ ഒരു തപസ് കാലം ഞാൻ തീർത്തു, അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോയി കല്യാണം കഴിച്ചോട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ പ്രയോറിറ്റീസാണ്. ഇതെല്ലാം ജീവൻ എടുത്തിട്ടുള്ള പല രൂപങ്ങളാണ്. സ്പിരിച്വാലിറ്റിയിൽ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ അല്ലായിരുന്നു എങ്കിൽ, അങ്ങനെ ആയിരുന്നു എങ്കിൽ എന്നുള്ളതൊന്നുമില്ല. ഇങ്ങനെ ആണ്, ഇവിടെ എന്ത് ചെയ്യാം? ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ തുടക്കം. മനസ്സിൻ്റെ ചോദ്യങ്ങളായിരുന്നു. മാവിൽ ചക്ക ഉണ്ടാവുമായിരുന്നെങ്കിൽ, പ്ലാവിൽ മാങ്ങ ഉണ്ടാവുമായിരുന്നെങ്കിൽ. ഉണ്ടാവില്ല, ഇങ്ങനെയാണ്. പക്ഷെ മാറ്റത്തെ നമുക്ക് അങ്ങനെ അതാണ് പറയാനാവോ? ബുദ്ധൻ പറഞ്ഞ തത്വം ഇതല്ലേ, ഇസ്നെസ്, തത്ഥത. തത്ഥത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സോ. നമ്മളിപ്പോൾ ഇവിടെയാണ്. ഞാൻ ഇവിടെ അല്ലായിരുന്നു എങ്കിൽ, ഞാനിപ്പോൾ ബാംഗ്ലൂരിലായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെയാണ്, നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവാം. അല്ല, നാം കടന്നു വന്ന ഒരു ചരിത്രത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലാത്തൊരു ലോകം മാറി മാറിയാണ് ഈ കാണുന്ന രൂപത്തിലേക്ക് വന്നത്. നാം ഇന്ന് തുടരുന്ന ഇപ്പോൾ ഒരു ലിവിങ് റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് നിന്ന് നാം അത് സംസാരിക്കുന്ന ഒരു കാലത്തിലേക്ക് നാം എത്തുന്നു. ആ കാലം അങ്ങനെ വളർന്ന് ഇതായതല്ലേ. ആ കാലം വളരുന്നതിനെ നമ്മളെല്ലാവരും ഇപ്പൊ സംസാരിക്കുന്നത് കൊണ്ട് നമ്മൾ മാറ്റുന്നില്ലേ? കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇപ്പൊ സംസാരിക്കുന്നത് ഇൻ ദ ഹിയർ നൗ നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് അടുത്ത നിമിഷം മാറും. അതങ്ങനെ ആയിരുന്നു എങ്കിൽ എന്നുള്ളത് കൊണ്ടല്ല, ഇത് നമുക്ക് അത്ര അങ്ങോട്ട് തൃപ്തി പോരാ. ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ. ഇപ്പം നമ്മുടെ ആദ്യം ഫോൺ വന്നപ്പോൾ സ്മാർട്ട് ഫോൺ അല്ലായിരുന്നു, അത്ര സ്മാർട്ട് അല്ലായിരുന്നു. ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അതുണ്ടാക്കി അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന, ലിജീഷ് പറയുന്ന കറക്റ്റ് പോയിന്റാണ്. നമ്മുടെ ഒരു ലാക്ക് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. പക്ഷേ രണ്ടും വേണം. ഇപ്പോൾ ഈ മൊമെൻറ്റ് ഗംഭീരം, ഇതിനെ കുറച്ചുകൂടെ നന്നാക്കാൻ എന്ത് ചെയ്യാം? പക്ഷേ പലപ്പോഴും ആൾക്കാർ ചെയ്യുന്ന എന്താണെന്നറിയോ? ഇതൊക്കെ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ, ആൾക്കാരൊക്കെ കുറച്ചുകൂടെ വിവരം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ, അതുകൊണ്ട് അങ്ങനെ പറയുന്നവർ ഇന്നേ വരെ ലോകത്ത് ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. ലിജീഷ് ഈ ലോകത്ത് ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടുള്ള ഒരാളാണ്. അതെന്തുകൊണ്ട്? ഇറങ്ങി തിരിച്ചു ആ ചേഞ്ച് ഉണ്ടാക്കാൻ അല്ലേ. ലിജീഷ് ഒരിക്കലും ഇരുന്നിട്ട് പറയല്ല, ഇവിടെയൊക്കെ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ, ഈ എൻട്രൻസ് കോച്ചിങ് ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ. അല്ല, അതിങ്ങനെ ചിന്തിച്ചിരിക്കല്ല, ഇറങ്ങി തിരിച്ചു, അതിന് വേണ്ട സ്റ്റെപ്സ് ഉണ്ടാക്കി. ദോസ് ആർ ചേഞ്ച് മേക്കേഴ്സ്. യു ആർ വൺ ഓഫ് ദം. ഞാൻ പറയുന്നത് ഇവിടെ ഓരോരുത്തർക്കും ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കണേക്കാളും എങ്ങനെ ആയിരുന്നെങ്കിലാണ് ബെറ്റർ. അതൊന്ന് പറയോ? അല്ലേ, അതല്ലേ നല്ലത്. മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ, ബി ദ ചേഞ്ച് യു വോണ്ട് ടു സീ ഇൻ ദ വേൾഡ്. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ജീവിതം നല്ലതല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ആയിരിക്കും നല്ലത്? എങ്ങനെയായിരിക്കും? അതുപോലെ ചെയ്യൂ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെയ്യൂ. നിങ്ങളുടെ ലൈഫിൽ ആദ്യം ആ മാറ്റം വരുത്തൂ. നിങ്ങൾ ആദ്യം ഹാപ്പിയാണോ? നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഏക സാധനം എന്താ? നിങ്ങളുടെ ജീവിതം. ബിക്കോസ് യു ആർ ജീവൻ. നിങ്ങൾ ജീവിക്കുന്ന രീതി മാറ്റിയാൽ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളുടെ ജീവിതം മാറുമ്പോൾ നിങ്ങളുടെ ചുറ്റിനുള്ളവരുടെ ജീവിതം ഇത്തിരി മാറും. അങ്ങനെ മൊത്തത്തിൽ ജീവിതത്തിനെ ജീവിച്ച് മാറ്റി ലോകം മാറും. അങ്ങനെ തന്നെയാണ് ലോകം എപ്പോഴും മാറിക്കൊണ്ട് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇപ്പറഞ്ഞ ഉത്തരത്തിലാണ് ലെന എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാവുന്നത് എന്നതാണ്. കാരണം ഞാനിതാണ് എന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നും,
ഞാൻ ജീവിച്ച ജീവിതത്തെ അഭിമാനത്തോടുകൂടെ ഞാൻ പറയും എന്നുമാണ് ലെന ഇന്നോളം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഫ്രീ ആയി ചിലത് നിങ്ങളോട് പറയാം, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യൂ എന്നല്ല. ഞാൻ ജീവിച്ച ജീവിതം, ഞാൻ ആഗ്രഹിച്ച ജീവിതം, നിങ്ങളിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ജീവിതം എന്നൊരാൾ പറയുമ്പോൾ തീർച്ചയായും അതിനോട് ചേർന്ന് നിൽക്കുന്നതിന് ഭംഗിയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. വിരുദ്ധ അഭിപ്രായങ്ങൾ കൂടെ നിങ്ങൾക്കുണ്ടാവണം, ഉണ്ടാവുമായിരിക്കാം. ആ അഭിപ്രായങ്ങളിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. പക്ഷേ ക്രിസ്പായി ചോദിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വരാം. ലെന ഉത്തരം പറയും. നമുക്ക് എത്ര സമയമുണ്ട് ചോദ്യങ്ങൾ എടുക്കാൻ? 15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ മിനിറ്റിൽ ചോദ്യം ഉത്തരം റാപ്പിഡ് ഫയർ പോലെ പോയാൽ 15 ചോദ്യങ്ങൾ നേരിടാം. നമസ്കാരം മാം. നമസ്കാരം. ഇത് ഒരു റാപ്പിഡ് ഫയർ ആയിട്ടില്ല, ഞാൻ ഒരു മിനിറ്റ് എടുത്തോട്ടെ. ബാക്കി എല്ലാവരുടെയും സമയമാണ് എടുക്കുന്നത്. ആയിക്കോട്ടെ. ഐ എം ഫസ്റ്റ് ഓഫ് ഓൾ വെരി ഇംപ്രസ്ഡ് വിത്ത് ദ ബുക്ക്. നിങ്ങളൊരു നിമിത്തം പോലെ ഒരു വേഴ്സറ്റൈൽ ആക്ട്രസ് ആണ്. അപ്പം ഈ ഒരു യങ് തലമുറയിൽ ഒരു നിമിത്തം പോലെ ആവാം നിങ്ങൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആ ബുക്കിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ മാമിനോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പം ഇതൊരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുകയാണെങ്കിൽ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം മാണ്ഡൂക്യ ഉപനിഷത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, മഹാഭാഗവതത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. മാണ്ഡൂക്യ ഉപനിഷത്തിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ 3 സ്റ്റേജസും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലിവിങ് സ്റ്റേജ്, നമ്മൾ ഉറങ്ങുന്ന സ്റ്റേജ്, ഡ്രീം സ്റ്റേജ്, പിന്നെ 4th സ്റ്റേജ്. ഈ 4th സ്റ്റേജാണ് നമ്മളിത് എന്താ പറയുക ഒരു സാക്ഷി ഭാവത്തിൽ കാണുന്ന സ്റ്റേജ്. ഇത് കഴിഞ്ഞിട്ട് വേദാന്തം എന്ന ഒരു സിദ്ധാന്തം വന്നപ്പോൾ ഈ മാണ്ഡൂക്യ ഉപനിഷത്തിൽ നിന്നാണ് ഈ ഫുൾ വേദാന്തം ഉണ്ടായതും ഇത്രയും വർഷങ്ങളിൽ ആ നോൺ ഡ്യുവാലിറ്റി ഉണ്ടായതും. തുടങ്ങി എന്ത് പറയാം, നമ്മൾ ശബരിമലയിൽ പോയാൽ ഇത് മല കയറി മുകളിൽ എത്തുമ്പോൾ തത്വമസി എന്ന് എഴുതി വെച്ചിരിക്കുന്നതും അതിൻ്റെ ഉത്തരം തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ മഹർഷിമാരും ഇതിനെക്കുറിച്ച് ഹു ആം ഐ എന്നും പറഞ്ഞിട്ടുണ്ട്. സ്വാമി നിസർഗദത്ത ഐ ആം ദാറ്റ് എന്ന് പറഞ്ഞ ബുക്കും എഴുതിയിട്ടുണ്ട്. സോ മൈ ക്വസ്റ്റൻ ഈസ് മാം, വിത്ത് ഡ്യൂ റെസ്പെക്ട് യു, ആസ് ഐ സെഡ് ഏർലിയർ, ഐ മീൻ മൈറ്റ് ബി ഇറ്റ്സ് ഒരു നിമിത്തമാണ് മാം ഈ ബുക്ക് ഇപ്പോൾ എഴുതിയത്. ഐ എം വെരി ഇംപ്രസ്ഡ് വിത്ത് ദാറ്റ്. മാമിൻ്റെ ബുക്കും വാങ്ങിച്ചിട്ടുണ്ട്, കിൻഡിലിൽ ബുക്ക് ഓഫ് സീക്രട്സും വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് ബിൻ റീഡിങ് അബൌട്ട് വേദാന്ത ഫോർ ക്വൈറ്റ് എ ലോങ് പീരിയഡ്. സോ ഇതൊരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്താൽ മൈ ക്വസ്റ്റ്യൻ മൈറ്റ് സൗണ്ട് സ്ലൈറ്റ്ലി ഓഡ്. What is new in this book, ma'am? It's actually a universal known fact. Yes, So why do you say that this is something explosion? No, I think you have made it very common for people to understand. Exactly. And അതോടൊപ്പം തന്നെ I don't think people should have a very wrong notion about you. People who are talking that you are mad or whatever, എന്തിനാണെങ്കിലും കാലാകാലങ്ങളിൽ സത്യം തുറന്ന് വിളിച്ചവരെ കുറിച്ച് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. So with that I stop, ma'am. Thank you so much. Thank you so much. അതിൻ്റെ ഉത്തരം ഞാൻ എപ്പോഴും ഇന്ന് തന്നെ ഞാൻ 10 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഐ എം നോട്ട് സെയിങ് എനിത്തിങ് ന്യൂ. എൻ്റെ ബുക്ക് അദ്വൈത വേദാന്തത്തിനോ അങ്ങനെയുള്ള വലിയ ഫിലോസഫീസും അവരുടെ ഗ്രന്ഥങ്ങൾക്കൊക്കെ ഒരു പാംഫ്ലെറ്റ് ആയിട്ട് കാണാം. ഇറ്റ്സ് ജസ്റ്റ് എ ലീഫ്ലെറ്റ്, ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ. ഇതിൽ കൂടുതൽ നോൺ ഡ്യുവാലിറ്റി ആൻഡ് അദ്വൈത വേദാന്ത ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇഷ്ടം പോലെ ബുക്സ് ഉണ്ട്. അതെൻ്റെ ബുക്കിൽ ഈ പറഞ്ഞ പോലെ ബാക്കിൽ ഞാൻ വായിച്ചിട്ടുള്ള എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് ബുക്കുകളുടെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ദ ബുക്ക് ഓഫ് സീക്രട്സ് ആൻഡ് ലൈക്ക് സോ മെനി അതർ സാൻസ്ക്രിറ്റ് ഗ്രന്ഥങ്ങൾ വിച്ച് ഹവ് ഹെൽപ്പ് മീ. പിന്നെ ഞാൻ വായിക്കാത്ത ഒരുപാട് പുസ്തകങ്ങൾ വേറെ ഉണ്ടാവും, അത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. We can never say anything new because life has been life always and life will always be life. ഹലോ, ഒരു സംശയം ഇവിടെയാണ്. Yes sir. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു എൻ്റെ കൈ, എൻ്റെ കണ്ണ്, എൻ്റെ മനസ്സ്, അപ്പോൾ ഞാൻ എവിടെയാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതെനിക്ക് തോന്നുന്നത് നമുക്ക് ഞാൻ എന്നൊരു അവസ്ഥ മൊത്തത്തിലുള്ളതാണ്. അതൊരു വാക്ക് അങ്ങനെ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഞാനാകുമ്പോൾ അത് എൻ്റെ കണ്ണിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നും പറയാം. എൻ്റെ കണ്ണ്, എൻ്റെ കൈ മൊത്തം ഞാനാണ്. അതാണ് ഈ അവസ്ഥയിൽ. അല്ലാതെ ഇപ്പോൾ എന്നെ തേടി പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആകാശത്ത് ഒരു വരയുണ്ട്, ആകാശത്തൊരു നക്ഷത്രം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്തെ തേടി പോയാൽ ആകാശത്തെ അങ്ങ് കാണാൻ കഴിയില്ല. ആകാശം എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നു ആകാശം എന്ന ഭാഷ. ആകാശം എന്ന ഭാഷ ഉപയോഗിക്കുന്നതെന്നല്ലാതെ ആകാശത്തെ തേടി പോകുമ്പോൾ ആകാശത്തെ കാണാൻ പറ്റാത്തതുപോലെ നിങ്ങളുടെ മനസ്സ് എന്നതിനെ തേടി നിങ്ങൾ പോകുമ്പോൾ ഒരുപക്ഷെ മനസ്സ് കാണാൻ പറ്റില്ലെന്ന് വരില്ല. മൊത്തം ബോഡിയിൽ എൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക് എന്ന് പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ തേടി പോകട്ടെ. രണ്ടാമത് പറഞ്ഞ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഓവറായിട്ട് കുറേ ആളുകൾക്ക് എബ്നോർമലിന് മേലെ എത്തിപ്പോയ കുറേ കഥ എനിക്കറിയാം. കാരണം മെഡിറ്റേഷൻ ചെയ്ത് ഇപ്പോൾ ചെമ്പരത്തിപ്പ് തലയിൽ വെച്ച് നടക്കുന്ന കുറേ ആളുകൾ എനിക്കറിയാം. അതിൻ്റെ ഒരു ലിമിറ്റേഷൻ കൂടി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാനല്ല ലിമിറ്റേഷൻസ് പറയേണ്ടത്. ഒന്ന്, ലിമിറ്റ് ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നതെല്ലാം. ആകാശം എന്ന് പറഞ്ഞാൽ ഒന്നില്ല അല്ലേ?
അത് വെറും സ്പേസ് ആണ്. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു കളറ്, ഒരു നീല കളർ പോലെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ നമ്മൾ എത്ര പോയാലും ആകാശം നമ്മൾ നേരിട്ടില്ല. അതേപോലെ മനസ്സ് എത്ര മുന്നോട്ട് പോയാലും അതിനെ താരതമ്യം ചെയ്യാം. അപ്പോഴാണ് ഈ മനസ്സില്ല എന്ന് കണ്ടെത്തുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, അതിനാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ആ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുന്ന ആ വഴിക്ക്, അവിടെ എത്തുന്ന വരെ, ഇത് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന വരെ, എത്തുന്ന വരെ വളരെ അബ്നോർമലായിരിക്കും. അത് പേടിയുള്ളവർ നോർമലായിട്ട് തന്നെ ജീവിക്കട്ടെ, അവർ അതിന് മുതിരണ്ട, അതിനുള്ള പക്വതയായിട്ടില്ല. അത് സാറ് സ്വയം ചെയ്യേണ്ട കുറച്ച് എക്സ്പീരിയൻസസ് ആണ്. അത് പൊതുവായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ വ്യക്തിപരമായ ജേണിയാണത്. ഹായ് മാം. ഹായ്. മാമിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന സ്റ്റേജിൽ. ഫസ്റ്റ് കാണുമ്പോൾ എനിക്ക് രണ്ടാം ഭാവത്തിലുള്ള മറന്നിട്ടും എന്തിനോ എന്നുള്ള സോങ്ങിലെ മണിക്കുട്ടിനെയാണ് ഓർമ്മ വരുന്നത്. ആ സോങ്ങിൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മാം നേരത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഞാൻ എന്ന് പറയുന്നത് ഒരു ജീവനാണെന്ന് പറഞ്ഞു. ഒരു ജീവനല്ല, ജീവൻ. ഓക്കെ ഫൈൻ, ജീവനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ജീവൻ്റെ രൂപാന്തരമാണ് ഓരോ മനുഷ്യരിലും റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നുള്ള പറഞ്ഞു, റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നു പറഞ്ഞത്. സോ മാമിന് ആ ഒരു തോട്ട് എപ്പോഴാണ് ലൈഫിൽ വന്നത്? ആൻഡ് അതൊരു ചോദ്യം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, മാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ വേറൊരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ മാമിൻ്റെ തന്നെ തോട്ട്സ് അല്ലെങ്കിൽ ഐഡിയോളജീസ്, അഭിപ്രായങ്ങൾ വേറൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പം എന്തുകൊണ്ടാണ് ആൾക്കാർ സോക്കോൾഡ് കൊട്ടേഷൻ മാർക്കിലിട്ടത് വിചിത്രം അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരു എക്സ്പ്ലനേഷൻ തരുമോ? ശരി, ആദ്യമായിട്ട് ഈ ജീവനെ കുറിച്ചും ഇതൊക്കെ എന്താണ്, അച്ഛ ഇതിലേതാ ഞാൻ എന്ന് ചോദിക്കുന്ന പോലെ, ഞാൻ വളരെ കുട്ടിക്കാലം മുതൽ ഒരു കാര്യമില്ലാതെ അച്ഛനും അമ്മേനെ പ്രാന്ത് പിടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഈ ലോകവും ഭൂമിയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് ഞാൻ. ഭയങ്കര ശല്യമായിരുന്നു. ലോകവും ഭൂമിയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് 4ാമത്തെ വയസ്സിൽ ചോദിക്കാൻ കാരണം, ഡയറിയുടെ ബാക്കിൽ നോക്കിയപ്പോൾ വേൾഡ് മാപ്പ് എന്ന് കണ്ടു. അപ്പം ഞാൻ വേൾഡോ, അപ്പോൾ ഇതല്ലേ എർത്തുന്ന്, എർത്തും വേൾഡും തമ്മിൽ എന്താ വ്യത്യാസം? ഇങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. വെറുതെ ചോദിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ എവിടെയോ എത്തും. എനിക്കൊരു രക്ഷയില്ല, ഞാൻ ജന്മന ഇങ്ങനെയാണ്, സോറി. പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം, ആൾക്കാരെന്താ ഇങ്ങനെ പറയണേ, അവർ പറയുന്നത് ഞാൻ നിങ്ങളൊക്കെ ചിരിച്ചതിനേക്കാളും കൂടുതൽ ട്രോളുകൾക്ക് ചിരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ആ ട്രോൾ പേജസിൻ്റെ ഒക്കെ അടിയിൽ പോയി കമൻറ്റും ഇട്ടിട്ടുണ്ട്, താങ്ക് യു പറഞ്ഞിട്ട്. അത് മാത്രമല്ല, അവരൊക്കെ ഞാനാണ്, പല ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ആ സെയിം ഞാൻ. അതിനിപ്പോൾ എന്താ തെറ്റ്? എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു, അവർക്ക് തോന്നിയത് അവർ പറഞ്ഞു, അടിപൊളി. അങ്ങനെയല്ലേ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുന്നത്. കാലവും അവസാനിക്കുന്ന ഒരിടത്ത് ലോകത്തിന്റെ രഹസ്യങ്ങളുടെ ഉത്തരങ്ങൾ എത്തും എന്നുള്ളൊരു തോന്നൽ മാമിനുണ്ടോ? എൻ്റെ ദൈവമേ, കടുങ്കട്ടി ചോദ്യമായി പോയി. കുറച്ച് സാധാരണ മലയാളത്തിൽ പറയോ? അതായത് ഈ സമയമില്ലാതാവുന്ന ഒരു അവസ്ഥ മാത്രമേ ലോകത്തിന്റെ രഹസ്യം പറയാൻ പറ്റുന്നുള്ളൂ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്തിരി വീക്കാ. അതായത് നമ്മളിപ്പോ ലോകം ഉണ്ടായത് ഒരു ബിഗ് ബാങ് തിയറിയാന്ന് പറയുമ്പോ അതിന് മുമ്പ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യം ഇല്ലാണ്ട് ഇപ്പൊ സമയം ഇല്ലാത്തൊരവസ്ഥയിലല്ലേ? അങ്ങനെയുള്ള ഒരു അവസ്ഥയിലെ ലോകത്തിന്റെ രഹസ്യം മനസ്സിലാവുന്ന മാമിന് തോന്നുന്നുണ്ടോ? ഈ സമയം മനസ്സിലായി, ഇപ്പൊ എനിക്ക് മനസ്സിലായി. സമയം, മനസ്സും സമയവും കംപ്ലീറ്റ്ലി ഒന്നാണ്. മനസ്സ് താരതമ്യം ചെയ്താലേ സമയം മറികടക്കാൻ പറ്റൂ. ഇപ്പം നമ്മൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരിവിടുന്ന് പറയും, ഹലോ സമയമായി, ഇറങ്ങിപ്പോവോ? ബിക്കോസ് നമ്മൾ ഭയങ്കര രസിച്ചിരിക്കുകയായിരുന്നു. അതേസമയത്ത് ബോറടിച്ചിരിക്കുമ്പോൾ നമ്മൾ ഐൻസ്റ്റൈൻ പറഞ്ഞ റിലേറ്റിവിറ്റി, ടൈം എന്ന് പറഞ്ഞ സംഭവം റിയൽ അല്ല, ഇറ്റ് ഹാസ് ടു ഡു വിത്ത് യുവർ മൈൻഡ്. ആ മൈൻഡിനെ മറികടക്കാനുള്ള ടെക്നിക്സാണ് നമ്മൾ മെഡിറ്റേഷനിലും, പിന്നെ ഈ പറഞ്ഞ ഷോർട്ട് കട്ട്സ് ഒരുപാടുണ്ട്. പക്ഷേ ഷോർട്ട് കട്ട്സിനൊക്കെ അതിൻ്റെതായ വലിയ വില കൊടുക്കേണ്ടി വരും. അതിനേക്കാളും ഈസി, ഒരു വിലയില്ലാത്ത സാധനമുണ്ട് മെഡിറ്റേഷൻ. നമ്മൾ മെഡിറ്റേഷനിൽ കൂടുതൽ സമയം ഇരുന്ന് തുടങ്ങിയാൽ സമയം ഇല്ലാതാവും പതുക്കെ. മതി, കറക്റ്റായോ ഞാൻ പറഞ്ഞത്? താങ്ക് യു. ഞാൻ 19 വയസ്സിൽ ഖുർആൻ പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പം ആ സമയത്ത് എന്നോട് ഭ്രാന്ത് ആരോപിച്ചിട്ട് എന്നെ ഡോക്ടറെ കാണിച്ചിരുന്നു. പിന്നെ അതിന് ഡോക്ടറെ കാണിച്ചു ഖുർആൻ വായിച്ചേനോ? ഖുർആൻ പഠിച്ചിട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കിയപ്പോൾ അതിനുശേഷം ഞാൻ സോഫ്റ്റ്വെയർ ഫീൽഡിൽ കയറി. പിന്നെ സോഫ്റ്റ്വെയർ ഫീൽഡിലായ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സജഷനും കൂടിയാണ്, നമ്മൾ കൂടുതൽ ലൈഫിൽ മുഴുകി കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് അഭിനയിക്കാൻ പറ്റും.
അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ അബ്നോർമൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ലൈഫിൽ എന്തെങ്കിലും ജോലിയിൽ മുഴുക. അപ്പോൾ അങ്ങനെ മുഴുകി കഴിഞ്ഞിട്ട് ഇപ്പം 49ാമത്തെ വയസ്സിൽ എനിക്കൊരു ക്യാൻസർ വന്നിട്ട് ഞാൻ പണി നിർത്തി. അപ്പോൾ പിന്നെ ഞാൻ ഖുർആൻ കൂടുതൽ പഠിക്കാൻ നോക്കിയപ്പോൾ പിന്നെയും എന്നെ അബ്നോർമൽ എന്ന് പറഞ്ഞിട്ട് 5 മാസം മുമ്പ് ഞാൻ കുതിരവട്ടത്ത് എൻ്റെ ഒരു ഭാഗ്യമാണ് ഈ കോഴിക്കോട് തന്നെ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനെ കാണാൻ പറ്റിയത്. ഞാൻ കുതിരവട്ടത്തു നിന്ന് ഒരു ദിവസത്തിൽ എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർ എന്നെ സഹായിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റി. അതുകൊണ്ട് ഇപ്പൊ ഞാൻ 10 മാസമായിട്ട് നിങ്ങളെ പോലെ ഒരു ഒറ്റക്കാണ് താമസിക്കുന്നത് ഒരു വീട്ടില്. പക്ഷേ നിങ്ങളുടെ വട്ടിനും എൻ്റെ വട്ടിനും വ്യത്യാസമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ മതത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഞാനൊരു മതത്തിന്റെ കൈ പിടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. മതത്തിന്റെ ആൾക്കാർ ഏത് മതമാണെങ്കിലും ശരി ഈ ദാനധർമ്മം ചെയ്യാനാണ് പറയുന്നത്, ദാനധർമ്മം ചെയ്യാൻ. പക്ഷേ ഈ മറ്റുള്ള മതം ഇല്ലാത്ത ആൾക്കാർ ജീവിതം മുഴുവനും പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്. ഞാൻ ജസ്റ്റ് തീർത്തേ. മതത്തിന്റെ ആൾക്കാർ പണം വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. അതൊരു ഭ്രാന്തായിട്ട് മനുഷ്യന്മാർ ചിത്രീകരിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവരും ജോലിയിൽ മുഴുകാൻ പറയുന്നത്. നിങ്ങളെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത്രയാ പറയാനുള്ളൂ. അല്ലെ, പറ്റുമെങ്കിൽ എനിക്ക് നിങ്ങളെ നേരിട്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കണോ? ഞാൻ ഒരു കാരണവശാലില്ല. ഞാൻ പോകുമ്പോ ഈ ചേട്ടനെങ്ങാനും വന്നാലേ എന്നെ ഒന്ന് രക്ഷിക്കണേ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. അതൊരു ചോദ്യമായിരുന്നില്ല, അതുകൊണ്ട് ഉത്തരത്തിന്റെ ആവശ്യമില്ല. മാം, 2 ചോദ്യമുണ്ട്. ഒന്ന്, മാം പറഞ്ഞു എന്താ പറയുക, ജീവൻ ലൈഫ് എന്നൊക്കെ പറഞ്ഞു. അത് ബോധമായിക്കൂടെ? അതായത് ബോധമില്ലെങ്കിൽ ഞാൻ എന്നൊരു ബോധമില്ല, അപ്പോൾ അത് ബോധമാവില്ലേ? ലൈഫാണോ ഉണ്ടാവുക? രണ്ടാമത്തെ ചോദ്യം, ഈ ബൾബ് കത്തിയ ആൾക്കാർക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ എനിക്ക് ചോദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലായോ എന്നറിയില്ല. ഡിഡ് യു മീൻ ദാറ്റ് ലൈഫും ബോധവും തമ്മിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണോ ചോദിക്കുന്നത്? അല്ല മാം, നേരത്തെ പറഞ്ഞു എന്താണ് ഞാൻ എന്താണ് ചോദിച്ചു. അപ്പോൾ ഞാൻ ലൈഫാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ചോദിക്കാം ലൈഫ് എന്താണ്. അതെ, ലൈഫ് എൻ്റെ അറിവിൽ ഇസ് കോൺഷ്യസ് എനർജി, ബോധമുള്ള ഊർജം. ബോധമില്ലാത്ത ഒരുപാട് ഊർജമുണ്ട് ഇവിടെ. ബൾബൊക്കെ കത്തുന്നത് അതുകൊണ്ടാണ്. അതിന് ബോധമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ സോക്കറ്റിലേക്ക് വിരലിട്ടാലും പ്ലഗ് ഇട്ടാലും അത് ഓടും. നിങ്ങൾ കത്തിയാലൊന്നും അതിനൊരു കുഴപ്പമില്ല. പക്ഷെ ബോധമുള്ള ഒരാൾ അറിഞ്ഞുകൊണ്ട് അത് ചെയ്യും. പൂർണ്ണ ബോധമുള്ള ഊർജമാണ് ജീവൻ. ആൻഡ് അത് സ്വയം രൂപമെടുക്കുന്നു, സ്വയം എല്ലാം ചെയ്യുന്നു. ഇറ്റ് ഈസ് വൺ തിങ്. വി ആർ ഓൾ വൺ ലൈഫ്. ബോധമുള്ള ഊർജമാണ്. അതിന്റെ ശരിക്കുള്ള ഒരു ആൻസർ വരിക ബോധം എന്നല്ലേ വരിക? ലൈഫാണോ വരിക, ബോധമാണോ? ഊർജമില്ലാതെ ബോധം ഉണ്ടായിട്ട് കാര്യമില്ല, ബോധമില്ലാതെ ഊർജം ഉണ്ടായിട്ടും കാര്യമില്ല. ശിവശക്തി എന്ന് പറയുന്ന പോലെ നമ്മൾ ആ വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മതം കയറി വരും. അതിന്റെ ആവശ്യം എന്താ? ഞാനിപ്പോൾ ബോധമുള്ള ഊർജം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങളുടെ മതം അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ നിങ്ങളുടെ രീതിക്ക് മനസ്സിലാക്കാം. പല മതങ്ങളും ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരിലേക്ക് ഇത് സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ആം നോട്ട് ഫോർ സെപ്പറേഷൻ, ഐ ആം ഫോർ ഓൾ ഇൻക്ലൂസീവ്നെസ്. നമ്മളെല്ലാവരും ജീവനാണെന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ ആർക്കും. പക്ഷെ ബോധവും ശക്തിയും എന്ന് പറയാലോ, അതും ഒരു പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പറയാം. എന്റെ വായലോട്ട് നിങ്ങളുടെ വാക്കുകൾ ഇടരുത്. അല്ല, ഇതിന്റെ ഒരു നമ്മള് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ബിഗർ പിക്ചറായിട്ട് ഞാൻ നിഷ്പക്ഷമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. നിങ്ങൾ കുറച്ചും കൂടിയും ഏതോ കേട്ട അറിവെന്നുള്ള കുറച്ച് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യുന്നു. സെയിം ആയിരിക്കാം, സെയിം അല്ലായിരിക്കാം, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് നിങ്ങളും ഞാൻ തന്നെയാണല്ലോ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ബൾബ് കത്തിയ ആളുകൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ഇത്ര സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബൾബ് കത്തുമ്പോഴാണ് എല്ലാം കുറച്ചുകൂടെ സിമ്പിൾ ആവുന്നത്. കത്താത്ത ബൾബ് കൊണ്ട് ഒരു കാര്യമില്ല. അങ്ങനെ പറഞ്ഞാണ് നാം ഇത് വൈൻഡപ്പ് ചെയ്യുന്നത്. കത്താത്ത ബൾബ് കൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല എന്നാണ്. കത്താത്ത ബൾബാണെങ്കിലും കുഴപ്പമില്ല, ഫ്യൂസായ ബൾബ് ഉണ്ടെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യാം. നമുക്ക് വേണ്ട, ഫ്യൂസായ ബൾബ് കൊണ്ട് ഒരു കാര്യമില്ല. വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെടികളൊക്കെ നടാം അല്ലേ? അപ്പോൾ ലെന ഇങ്ങനെ കത്തി നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് KLF നിന്നവരെ യാത്രയാക്കാം. ലോകപ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരൻ സ്റ്റീഫൻ ക്രെയിൻ അദ്ദേഹത്തിൻ്റെ ഓപ്പൺ ബോട്ട് എന്ന് പറയുന്ന ചെറുകഥയിൽ ഒരിടത്ത് എഴുതുന്നുണ്ട്, നൺ ഓഫ് ദം
സീ ദ കളർ ഓഫ് സ്കൈ എന്ന്, ആകാശത്തിൻ്റെ നിറം അവരാരും കണ്ടിട്ടില്ല എന്ന്. നാം കാണാത്ത ചില കാഴ്ചകളാവാം ഒരുപക്ഷെ അവർ നമ്മോട് സംസാരിക്കുന്നത്. അതിനോട് കുറച്ചുകൂടെ നാളെ എന്നെങ്കിലും നാം അത് കണ്ടേക്കും എന്ന വിചാരത്തോടുകൂടെ, അല്ല എങ്കിൽ ഈ കാഴ്ചകൾ നമ്മെ ആനന്ദിപ്പിക്കുന്നില്ല എന്ന എതിർപ്പോടുകൂടെ ആയാലും ചേർന്ന് നിൽക്കാം, അവരെ ചേർത്ത് പിടിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ലെനയ്ക്കും ലെനയുടെ പുസ്തകത്തിനും അഭിവാദ്യങ്ങൾ.